കൊണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടി ഈ മേഖലയിൽ ഒട്ടേറെ കാലം പ്രവർത്തിച്ചിട്ടുള്ള 10ഓളം വ്യക്തികളുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവരുടെ അഭിപ്രായങ്ങളുമാണ് നാം ഈ ക്ലാസ്സുകളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. 9 ക്ലാസ്സുകൾ കഴിഞ്ഞു, ഇന്ന് 10ാമത്തെ ക്ലാസ്സാണ്. ഇത് കഴിഞ്ഞ് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവില്ല. പക്ഷേ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പല ക്ലാസ്സുകളും ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ചോദ്യോത്തരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2-3 മിനിറ്റ് വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഇപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില കുട്ടികൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനെല്ലാമുള്ള മറുപടി ആ പ്രഭാഷണം കഴിഞ്ഞ് ചോദ്യോത്തരം തുടങ്ങുന്നതിന് മുമ്പ് വ്യക്തമായി പറയുന്നതായിരിക്കും. അതുകൊണ്ട് ആ സമയം വരെ എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചെയ്യാനുള്ളത് ഇന്നത്തെ പ്രഭാഷകനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതിൻ്റെ നോട്ടീസ് നിങ്ങളുടെ മെൻ്റർ ടീച്ചർമാർക്ക് കിട്ടിക്കഴിഞ്ഞത് ലിങ്കൊക്കെ അയച്ചതിൽ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സി ജയറാമനാണ് ഇന്നത്തെ പ്രഭാഷണം നടത്തുന്നത്. ഡോക്ടർ സി ജയറാമൻ ഇപ്പോഴത്തെ NIT, അതായത് പഴയ കാലത്ത് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കൊച്ചിൻ റിഫൈനറിയിലും അതുപോലെ മറ്റ് പല ശാഖകളിലും വളരെ കാലം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിനും പുറമെ കേരളത്തിൽ ആദ്യമായി PCRA നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ. ആദ്യമായിട്ട് എണ്ണയുടെ പ്രശ്നം തുടങ്ങി വന്നപ്പോൾ 1970കളുടെ ആദ്യം ഓയിലിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ ഉടനെ തന്നെ ഇതിനെക്കുറിച്ച് ഓയിലിൻ്റെ സംരക്ഷണം, അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത്, അതിൻ്റെ ഉപയോഗത്തിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും അതുപോലെ തന്നെ ഡ്രൈവർമാരെയും ഇത് ഉപയോഗിക്കുന്ന എണ്ണ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളെയും പെട്രോൾ ബങ്കുകളടക്കം ഇങ്ങനെയുള്ള എല്ലാതരം ജനങ്ങളെയും ബോധവൽക്കരിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക പരിപാടി തുടങ്ങുകയുണ്ടായി. അതിൽ കേരള സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി അന്ന് സംസ്ഥാന സയൻസ്, ടെക്നോളജി, എൻവയൺമെൻറ്റ് വകുപ്പിൻ്റെ അഭിപ്രായം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് PCRAയുടെ സംസ്ഥാന ഈ പ്രവർത്തനത്തിൻ്റെ കോർഡിനേറ്ററായി നിശ്ചയിച്ച് അതിനുവേണ്ടിയുള്ള എല്ലാ കരുക്കളും ആദ്യമായിട്ട് മലയാളത്തിൽ തന്നെ ഈ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും അതിനുവേണ്ടിയുള്ള പല ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കാനും ഒക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അതിനും പുറമെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു നേച്ചർ ക്ലബ്ബ് ഉണ്ടായിരുന്നു. പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുട്ടികൾ അവിടെയുണ്ട്. അതിലൊക്കെ പെടുന്ന കുറേശ്ശെ കുട്ടികൾ ചേർന്നുകൊണ്ട് ഒരു ചെറിയ ക്ലബ്ബ് അവിടെ പ്രവർത്തിച്ചിരുന്നു അനൗപചാരികമായിട്ട്. ആ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിലും അന്ന് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഏറെ സജീവ പ്രവർത്തകനായിരുന്നു ഡോക്ടർ സി ജയറാമൻ. അതിനും പുറമെ ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് കുറച്ചു കാലം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായും പിന്നെ ഗവേഷണം നടത്തിക്കൊണ്ടും ഒക്കെ തന്നെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഫുൾബ്രൈറ്റ് ഫെലോഷിപ്പ് എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫെലോഷിപ്പിൽ 2 തവണ അമേരിക്കയിലുള്ള ഊർജ സംബന്ധമായ ഗവേഷണം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പോയി പ്രവർത്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ തന്നെ അവസരമുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഊർജ സംരക്ഷണത്തിൽ നമ്മുടെയൊക്കെ പെരുമാറ്റത്തിൻ്റെ, ബിഹേവിയറിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ചാണ് അദ്ദേഹത്തിൻ്റെ PhD നേടിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ കാര്യത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ വളരെയധികം യോഗ്യതയുള്ളൊരു വ്യക്തിയാണ്. അതിനും പുറമെ ഈ അടുത്ത കാലത്തായി അദ്ദേഹം ഇക്വിനോക്റ്റ് എന്ന് പറഞ്ഞ് ഒരു പരിസ്ഥിതി
ഗവേഷണവും പരിസ്ഥിതി പ്രവർത്തനവും ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നടത്തുവാൻ വേണ്ടി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവിടെ കുറേ പരിസ്ഥിതി പ്രവർത്തകർ വളരെ വലിയൊരു ഗവേഷണ പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ അതിനെക്കുറിച്ച് കൂടി, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹവുമായിട്ട് ഒത്തൊരുമിച്ച്, അതായത് നമ്മളെ പാരൻസിനെയും നമ്മളെ അയൽക്കാരെയും നമ്മളെ നാട്ടുകാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളുടെ പുത്തൻ ആശയങ്ങൾ എങ്ങനെ നമുക്ക് സമൂഹത്തിന് പരിസ്ഥിതിപരമായി ഗുണം നൽകുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് കൂടി അദ്ദേഹം പറയുമായിരിക്കാം. ഏതായാലും അങ്ങനെ ഒന്ന് പറയണമെന്നുകൂടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയാതെ തന്നെ അദ്ദേഹം വേറെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, എനർജി കൺസർവേഷൻ ക്ലബ്ബുകളുടെ പ്രവർത്തനത്തിനാവട്ടെ, അതുപോലെ ശാസ്ത്ര സാഹിത്യ പ്രചരണ രംഗത്താകട്ടെ, പ്രഭാഷകൻ എന്ന നിലയ്ക്ക്, ഗവേഷകൻ എന്ന നിലയ്ക്ക് തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്യുന്നുണ്ട്. ഊർജായനം എന്ന പേരിൽ അദ്ദേഹം മലയാളത്തിലൊരു വളരെ സമഗ്രമായ ഒരു പുസ്തകവും എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പ് എങ്ങാണ്ടാണ് പ്രസിദ്ധീകരിച്ചത്. ഇങ്ങനെ ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി സമയം കളയാതെ ഡോക്ടർ സി ജയറാമനെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. വളരെ നന്ദി പ്രൊഫസർ വി കെ ദാമോദരൻ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ആരാധിക്കുന്ന ഗുരുക്കന്മാരിൽ ഒരാളാണ് പ്രൊഫസർ വി കെ ദാമോദരൻ. അതോടൊപ്പം തന്നെ ഇവിടെ ഡോക്ടർ രത്നകുമാറിനെ പോലുള്ള വളരെ അടുത്ത സുഹൃത്തുക്കളും മറ്റ് അനേകം പേരും ഇതിലുണ്ട് എന്നറിയാം. അപ്പം ഞാൻ എൻ്റെ ഒരു സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. കാണാറോ അല്ലേ? അതെ, സ്ലൈഡുകളെല്ലാം ഇംഗ്ലീഷിലാണ്, പക്ഷെ എന്നാലും മലയാളത്തിൽ കൂടി അതിൻ്റെ കാര്യങ്ങൾ വിശദമാക്കാൻ ശ്രമിക്കാം. അപ്പം ഇന്നിപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ കാണുന്നത് പോലെ ആരോ അതിനെ എന്താ പറയുക, മിസ്യൂസ് ചെയ്യുന്നുണ്ട്, കുത്തിവരച്ചുകൊണ്ട്. വൈറ്റ് ബോർഡിന്റെ കംപ്ലീറ്റ് ഇത് ചെയ്താ എന്നിട്ടും കയറി വരുമോ അതിനകത്ത്? എന്ത് ചെയ്യാനകത്ത്? സ്കൂളിന്റെ ആള് കംപ്ലീറ്റ് ഡിസേബിൾ ചെയ്തായിരുന്നു. ആരാ ചെയ്യുന്ന കുട്ടി പ്ലീസ് അത് ഒഴിവാക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ഗ്രൂപ്പിൽ നമ്മൾ ഇതിനകത്ത് പുറത്താക്കാൻ പറഞ്ഞേക്കാം. സാറില്ല സാർ, കുഴപ്പമില്ല. അപ്പൊ നമ്മളിന്ന് ഈ ഇതില് ടൈറ്റിൽ കാണുന്ന പോലെ സയൻസ്, ഇന്നോവേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി സോഴ്സ്ഡ് ഇന്റർവെൻഷൻ എന്നുള്ളൊരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ശാസ്ത്രവും പുതുതായിട്ടുള്ള നമ്മുടെ ശാസ്ത്രത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് എങ്ങനെയാണ് ചില പുതിയ രീതികൾ നമ്മൾ അവലംബിക്കേണ്ടതെന്നും, അതേസമയം എങ്ങനെയാണ് നമ്മുടെ, നേരത്തെ അമൻ സാർ പറഞ്ഞ പോലെ, നമ്മുടെ ചുറ്റുപാടുള്ള, നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇന്നത്തെ ചർച്ചയെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സ്ലൈഡ് മാറുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന, അതായത് നമുക്ക് എല്ലാവർക്കും വേണ്ട ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവബോധത്തെ കുറിച്ചിട്ടാണ്. ഇത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്ന, നമ്മുടെ ആർട്ടിക്കിൾ 51AH പ്രകാരം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് ദ സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങളുടെയും കൂടി, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഒരു ഇന്ത്യയിലെ പൗരൻ എന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകളിലേക്ക് പോവേണ്ടതും, അതേസമയം മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ചിന്താഗതി വളർത്തിയെടുക്കേണ്ടതും, നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചും അറിയുന്ന കാര്യങ്ങളെക്കുറിച്ചും തുടർച്ചയായിട്ടുള്ള ചില ചോദ്യം ചെയ്യലിലൂടെ
കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ സ്വയം മാറുവാനും ഉള്ള ഒരു ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇന്ന് മുന്നോട്ട് പോകേണ്ടത്. ഇത് മറ്റു പലരുടെയും ഉത്തരവാദിത്തമല്ല. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ മുഴുവൻ മറ്റാരെങ്കിലും കണ്ടെത്തി തരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ മാറിയിരിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളൊരു ബോധത്തോടു കൂടി തന്നെ വേണം നമ്മൾ ഇന്ന് ഈ ചർച്ചയിലിരിക്കാൻ. ഇതിനെ കളയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇനിയുള്ള സ്ലൈഡുകളിൽ ഞാനൊന്ന് സ്റ്റോപ്പ് ഷെയർ കൊടുത്തിട്ട് രണ്ടാമത് ഷെയർ ചെയ്ത് നോക്കട്ടെ. ഈ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് എന്താ അനുസരിക്കാൻ വയ്യാത്ത? നിങ്ങൾ ഈ കൂടിയിരിക്കുന്നവർ ആരാന്ന് വെച്ചാൽ കുട്ടിയുടെ പേരുണ്ടെങ്കിൽ നമുക്ക് പറയണം. ചാറ്റ് ബോക്സ് ഇട്ടാൽ മതി. പ്രോജക്റ്റ് ചെയ്യുന്ന റിമൂവ് ചെയ്തേക്കാം. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ സർ? ആ. അപ്പോ ആ സയന്റിഫിക് ടെമ്പർ എന്താണ്, നമ്മളുടെ അതിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു ചിത്രത്തില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തില് സയൻസും ശാസ്ത്രവും കപടശാസ്ത്രവും ഒരേപോലെ നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സ്യൂഡോ സയൻസ് എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. കാരണം നമുക്ക് ഇന്ന് ശാസ്ത്രത്തെക്കാൾ കൂടുതൽ കപടശാസ്ത്രം പ്രചരിപ്പിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് വാട്സാപ്പ് പോലുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന പല കപടമായിട്ടുള്ള ശാസ്ത്രങ്ങളെയും തിരിച്ചറിയാനും കൂടി നിങ്ങൾക്ക് ഇത്തരം ചില രീതികൾ സഹായിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഇന്നിപ്പോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയോ, നിങ്ങൾക്ക് ഈ കാണുന്ന ചിത്രത്തിലെ അരയന്നങ്ങളുടെ നിറം എന്താണ് എന്നുള്ളത്? ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത്. വൈറ്റ് ആണ്. നിങ്ങൾ ഈ കാണുന്ന ഇതുപോലെ ഞാൻ ഒരുപാട് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കുറേ അരയന്നങ്ങളെ കാണിക്കുകയും ആ അരയന്നങ്ങളെല്ലാം വെള്ളയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഈ അരയന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും വെളുത്തിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോ ഒരു 50 അരയന്നം ഉണ്ടാവും. നിങ്ങൾക്ക് വീണ്ടും ഒരു 100 150 അരയന്നങ്ങളുടെ ചിത്രങ്ങൾ കാണിക്കാം. അതെല്ലാം വെള്ളയാണെങ്കിലും അരയന്നങ്ങളെല്ലാം വെള്ളയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല സർ. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? കാരണം നമ്മളത് നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടാലും നിങ്ങളിപ്പോ നാളെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള തടാകത്തിലുള്ള എല്ലാ അരയന്നങ്ങളും കാണുകയും അതെല്ലാം വെള്ളയാണെങ്കിലും നമുക്ക് അരയന്നങ്ങൾ മുഴുവൻ വെള്ളയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുന്ന ഒരു സാമ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു വളരെ ചെറിയൊരു ഗ്രൂപ്പിനെ കുറിച്ച് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ഇപ്പൊ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലെ? ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു കറുത്ത അരയന്നമുണ്ട് അല്ലെ? അപ്പൊ ഒരു കറുത്ത അരയന്നത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എല്ലാ അരയന്നങ്ങളും വെള്ളയല്ല എന്നുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ശാസ്ത്രത്തില് ഫാൾസിഫയബിലിറ്റി എന്നോ, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുകയും അതിൽ നിന്ന് കണ്ടെത്തുന്ന തികച്ചും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്ര സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ അതിനെയെല്ലാം ഒരു സംശയകരമായിട്ടുള്ള ദൃഷ്ടിയോടുകൂടി തന്നെ സമീപിക്കുകയും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നവരെ, ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം കിട്ടുന്നവരെ നമ്മുടെ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയും വേണം. ഈ ചിത്രം കണ്ടാൽ ആർക്കും ഉറപ്പിച്ച് പറയാം അരയന്നങ്ങളെല്ലാം വെള്ളയല്ല എന്നുള്ളത്. പക്ഷെ നേരത്തെ കാണിച്ച ചിത്രം കണ്ടാൽ അരയന്നങ്ങളെല്ലാം വെള്ളയാണെന്ന് പറയാനും പറ്റില്ല. ഇത് ഒരു ശാസ്ത്രത്തിന്റെ ഒരു രീതി പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ. കാരണം അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡൗട്ടിങ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം എന്ന് അരിസ്റ്റോട്ടൽ എന്ന് പറഞ്ഞ ചിന്തകൻ വളരെ കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊരു വിസ്ഡം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ശരിയായ രീതിയിലുള്ള ചിന്താരീതി നമുക്ക് വികസിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ കാണുന്നതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കുകയും, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കുറെ ടീച്ചർമാരുണ്ട്, അവരോടും കൂടി പറയാനുള്ള ഒരു വരിയാണ് ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്നത്. എൻകറേജ് സ്റ്റുഡൻസ് ടു ഡൗട്ട്, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗിവ് ദം ദ കറേജ് ടു ബി റോങ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം കുട്ടികൾക്ക് കൊടുക്കാൻ ടീച്ചർമാർക്ക് സാധിക്കണം.
അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ തെറ്റായാലും കുഴപ്പമില്ല എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാനും ആ ധൈര്യത്തോടുകൂടി ഞാൻ എന്ത് ചോദ്യം ചോദിക്കാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള രീതികളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കാണാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ കാണുന്നതൊക്കെ അപ്പടി വിശ്വസിക്കുന്ന വെറും വിശ്വാസത്തിന്റെ പുറകെ മാത്രമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും തെറ്റായ രീതികളിലൂടെ പോകാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ശാസ്ത്രം, നിങ്ങൾ പറയുന്ന ഒരു കാര്യം ശാസ്ത്രീയമാണെങ്കിൽ അതിനെ തെളിവുകൾ വെച്ച് നാളെ ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റും. അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ തെറ്റാണെന്ന് എനിക്ക് അംഗീകരിക്കാനും പറ്റും. പക്ഷെ വിശ്വാസങ്ങൾ പലപ്പോഴും അങ്ങനെയല്ല. വിശ്വാസങ്ങളെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് തെളിയിക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ പിന്തുടരണമെങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റണം, ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യം ഉണ്ടാവുന്നത് ക്ലാസ് മുറികളിൽ ടീച്ചർമാർ കുട്ടികളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുമ്പോഴും അവർ ചോദിക്കുന്ന പലപ്പോഴും പറയും തെറ്റായിട്ടുള്ള ഒരു ചോദ്യമില്ല. ദർ ഇസ് നോ റോങ് ക്വസ്റ്റ്യൻ ബട്ട് ദർ ഇസ് ഓൾവേസ് എ റോങ് ആൻസർ. തെറ്റായിട്ടുള്ള ഒരു ചോദ്യവും ഇല്ല, പക്ഷെ തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ പലപ്പോഴും ഉണ്ടാവാം. അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, സംശയങ്ങൾ ചോദിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റണം. ഇത് ആ ഒരു ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഒരു ഗ്രാഫ് കാണിക്കുകയാണ്. ഈ ഗ്രാഫ് എന്താ പറയുന്നത് വെച്ചാല് 1860 മുതൽ ഇപ്പൊ നാം കാണുന്ന 2024 വരെ ഉണ്ടായിരുന്ന ഭൂമിയിലെ ശരാശരി താപനിലയിലുള്ള വ്യത്യാസമാണ്. ശരാശരി താപനിലയിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യവസായ യുഗത്തിന് മുൻപുണ്ടായിരുന്ന കാലത്ത് 1930കളുടെയും 50കളുടെയും ഇടയിൽ ഭൂമിയുടെ ശരാശരി താപനില ഏകദേശം 14 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരുന്നു. അതിൽ നിന്ന് എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്ക് അതിലൊരു ചുമന്ന വര ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാം. മറ്റേ നീല വരകൾ കാണിക്കുന്നത് ഓരോ വർഷത്തുണ്ടാകുന്ന വ്യത്യാസമാണ്. ശരാശരിയാണ് ചുമന്ന വരയിൽ കാണിക്കുന്നത്. ആ ചുമന്ന വര നോക്കിയാൽ അറിയാം ഏകദേശം 2024 ആകുമ്പോഴേക്കും നമ്മുടെ ഭൂമിയുടെ ശരാശരി താപനില ഏകദേശം വ്യവസായ യുഗത്തിന് മുൻപുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 1.6 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇത് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് ശാസ്ത്രീയമായി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഇതിനെയും പലരും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇത് ശരിയാണോ എന്നുള്ള. അപ്പൊ നിരന്തരമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ഭൂമിയുടെ ശരാശരി താപനില 1.6 ഡിഗ്രി സെന്റിഗ്രേഡ് നമ്മുടെ വ്യവസായ യുഗത്തിനേക്കാൾ 1.6 ഡിഗ്രി സെന്റിഗ്രേഡ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത്. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ശാസ്ത്രീയമായിട്ട് നമ്മുടെ മുന്നിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവണം, ഇത് ശരി തന്നെയാണോ? അപ്പൊ ശരി തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് എവിടുന്നാണ് ഈ ഡാറ്റ കിട്ടിയത് എന്ന് നോക്കും. അതിന് വേണ്ടിയിട്ടാണ് താഴെ എഴുതിയിട്ടുണ്ട് ലാൻഡ് ഡാറ്റ പ്രിപ്പയർഡ് ബൈ ബെർക്ക്ലി എർത്ത് ആൻഡ് കമ്പൈൻഡ് വിത്ത് ഓഷ്യൻ ഡാറ്റ അഡാപ്റ്റഡ് UK ഹാഡ്ലി സെന്റർ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 2 ശാസ്ത്ര കേന്ദ്രങ്ങളാണ് ലോറൻസ് ബെർക്ക്ലി നാഷണൽ ലാബ് എന്ന് പറയുന്ന കാലിഫോർണിയയിൽ ഉണ്ടായിരുന്ന, നേരത്തെ ദാമോദരൻ സാറ് സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ കുറച്ചു കാലം അവിടെ ഒരു റിസർച്ച് അസിസ്റ്റന്റ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ UK ഹാഡ്ലി സെന്ററും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇത് വെറുതെ ആരെങ്കിലും പറയുന്ന ഒരു കാര്യമല്ല. ഇതൊരു ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ശാസ്ത്രജ്ഞന്മാരടങ്ങിയിട്ടുള്ള സംഘടനയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൽ കുറച്ചും കൂടി വിശ്വാസം ഉണ്ടാവാം. ഇതോടൊപ്പം തന്നെ ഇനിയും ഇവിടെ നിർത്തരുത്, നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അന്വേഷണങ്ങൾ നടത്താം. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇതെങ്ങനെയാണോ ശരിയാണോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ അപ്പം നമ്മളിത് ലോകത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയണം അല്ലേ? അപ്പൊ ഇതൊരു പത്രവാർത്തയുടെ കട്ടിംഗ് ആണ്. 2023 24 ഡാറ്റ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഒരു വർഷം പഴയ ഡാറ്റ എടുക്കുന്നത്. 2023 ഇന്ത്യയിലെ 36 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒക്കെ വളരെയധികം ചൂടുണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്ട്രീം വെതർ ഇവന്റ്സ് ഓൺ 235 ഓഫ് ദ 273 ഡേയ്സ്. അതായത് ഇതിന് മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചൂട് അനുഭവിച്ചിട്ടുണ്ട്. 2024 നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും, കാര്യമായിട്ടുള്ള ചൂട് നമുക്കുണ്ടായിരുന്നു. 2025 ഈ വരാൻ പോകുന്ന നമ്മുടെ വേനൽക്കാലം ഏപ്രിൽ മെയ് മാസങ്ങൾ തീർച്ചയായും കഴിഞ്ഞ വർഷത്തേക്കാൾ ഭീകരമായിരിക്കുമെന്ന് കുസാറ്റിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ അഭിലാഷ് ഇന്നലെ ഒരു അഭിമുഖത്തിൽ പറയുണ്ടായി.
ഇപ്പൊ തന്നെ നമുക്ക് അനുഭവിച്ചാൽ അറിയാം. കാരണം ഏപ്രിൽ മാസത്തിലുള്ള ചൂടിനേക്കാൾ കൂടുതൽ നമുക്കിപ്പോ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അനന്തര ഫലം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ട്രോപ്പിക്കൽ നമ്മുടെ പണ്ട് നമുക്ക് അറബിക്കടലിന്റെ ചുറ്റുഭാഗത്ത് നമുക്ക് വലിയ സൈക്ലോൺസ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിരന്തരമായിട്ട് ഇത്തരം ചുഴലിക്കാറ്റുകളും മറ്റും നമുക്ക് നിരന്തരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഒരു കാരണം ഈ പറഞ്ഞ നേരത്തെ കാണിച്ച ഭൂമിയിലെ അന്തരീക്ഷ താപനിലയിലുള്ള വർധനവാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷ താപനിലയിൽ വർധന ഉണ്ടായി എന്നുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തൽ നമ്മൾ കാണുന്നു. അപ്പോൾ അതിന്റെ അനന്തരഫലമായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ മനസ്സിലാവുന്നു നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് മാത്രമല്ല ബാക്കിയുള്ള 36 സംസ്ഥാനങ്ങളിലും ഇത്തരം ചൂടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നും മുൻപില്ലാത്തതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതും ശാസ്ത്രീയമായിട്ടുള്ള ചില കണ്ടെത്തലുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുക ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെയാണ് ഡൗട്ടിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്, എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വീണ്ടും ചില കണക്കുകൾ കിട്ടും. അപ്പൊ ഈ കണക്കുകളിൽ നമുക്ക് വലതുവശത്ത് കാണാവുന്ന ഒരു ഗ്രാഫിൽ കാണാൻ പറ്റും ഗ്ലോബൽ ഗ്രീൻ ഹൗസ് എമിഷൻസ് ബൈ സെക്ടർ. അതായത് ഓരോ മേഖലകളിലും വ്യവസായ മേഖലയിൽ, ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഗതാഗത മേഖലയിൽ, ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമുക്ക് പലതരത്തിലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ലോകത്തില് ഇന്ന് ചൂട് കൂടാനുള്ള ഒരു കാരണം നമ്മൾ പുറത്തേക്ക് വിടുന്ന ഹരിതഗൃഹ വാതകങ്ങളാണെന്ന് സംശയാതീതമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ഹരിതഗൃഹ വാതകങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതിനാരാ കാരണം? അപ്പൊ നോക്കുമ്പോഴാണ് നമുക്കൊരു കണക്ക് പറയുന്നത് ഏകദേശം 73% ഹരിതഗൃഹ വാതകങ്ങളും ഉണ്ടാവുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി ഒരു ഊർജ്ജത്തിന്റെ രൂപമാണ്, ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന LPG ഒരു ഊർജ്ജത്തിന്റെ രൂപമാണ്, നിങ്ങൾ കാറിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളും ഡീസലും ഒക്കെ ഒരു ഊർജ്ജത്തിന്റെ രൂപമാണ്, വിറക് ഒരു ഊർജ്ജത്തിന്റെ രൂപമാണ്. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ പലതരത്തിലുള്ള ഊർജ്ജം വേണം, അതിൽ ഇഷ്ടിക ചൂടാക്കണം, അങ്ങനെ പല പല കാര്യങ്ങൾക്കും വേണ്ടി ഊർജ്ജം ഉപയോഗിക്കുമ്പോൾ ലോകത്തിൽ ഉണ്ടാവുന്ന ഈ ഹരിതഗൃഹ വാതകങ്ങളുടെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ 73% ഉത്തരവാദി മനുഷ്യൻ എന്ന ഏക ജീവജാലമാണ് എന്ന് നമ്മൾ കണ്ടെത്തും. അവിടെയാണ് നമുക്ക് നമ്മളുടെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് കൂടുതൽ വ്യക്തമാകുന്നത്. കാരണം ഇന്ന് ഭൂമി ചൂട് പിടിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് കൊടുങ്കാറ്റുകളും വെള്ളപ്പൊക്കവും ഒക്കെ നമുക്ക് നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമുക്ക് നമ്മുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാം. ഞാനിപ്പം സംസാരിച്ചത് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾ ആരെങ്കിലും ഈ കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് ശരിക്ക് ഉള്ളൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് മാത്രം വിശ്വസിക്കണമെന്നില്ല. പക്ഷെ നേരത്തെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റം, ഈ ചൂടൊക്കെ ഇത് എല്ലാ കാലവും ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളാണ്, അല്ലാണ്ട് വലിയ കാര്യമല്ല എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒരാള്, ഞാനിപ്പോ ഇവിടെ കാണുന്ന ഹന്നയാണ്. ഹന്ന, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? തോന്നുന്നുണ്ട് സർ. തോന്നുന്നുണ്ടല്ലേ? അപ്പൊ എങ്ങനെയാ അത് തോന്നാൻ കാര്യം? ചൂട് എന്തുകൊണ്ടാണ് ചൂട് കൂടുന്നുണ്ട്? മഴയോ? മഴയിൽ മാറ്റം വല്ലതും വരുന്നുണ്ടോ? മഴയും കൂടുന്നുണ്ട്. മഴ കൂടുകയാണോ, മഴയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണോ? ചൂട് ചിലപ്പോൾ കുറയാം. ഇപ്പൊ ഇന്ന് എൻ്റെ ഒരു ജ്യേഷ്ഠന്റെ മകൻ അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് മഴയുണ്ടാകുന്നു. അതെ, അപ്പൊ അയാൾ പറഞ്ഞു ഇന്നേ വരെ ഇല്ലാത്ത അത്ര തണുപ്പ് കാലിഫോർണിയയിൽ ഇന്നുണ്ടായിരുന്നു, 3 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് പോയി. അപ്പൊ മഴ മാത്രമല്ല, ചൂട് മാത്രമല്ല, ചിലപ്പോൾ തണുപ്പും മാറുന്നുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതോടൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ചൂട് കൂടുന്നതുകൊണ്ടും തണുപ്പ് കൂടുന്നതുകൊണ്ടും മഴ കൂടുന്നതുകൊണ്ടും ഒക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഇതൊക്കെ ഒരു 19 കൊല്ലത്തേക്കൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതായത് എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല, ഇതൊക്കെ കുറെ കാലം കഴിഞ്ഞാൽ ഉണ്ടാവും. ഇതിങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ വരും, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊക്കെ ഭാവിയിൽ ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ടീച്ചർമാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. ഇതിലേതെങ്കിലും ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർക്കൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ
ഇതൊരു ഫ്യൂച്ചർ കോൺസിക്വൻസ് മാത്രമാണ്, ഇത് അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരു ടീച്ചർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുമോ? എത്ര ടീച്ചർമാരുണ്ട് എനിക്ക് അറിയില്ല. കുട്ടികൾ വളരെ ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത് ടീച്ചർമാർക്കാണ് മടി. ടീച്ചേഴ്സ് ഉണ്ടല്ലേ? ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള മടി ടീച്ചർമാർക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാറേ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ സർ? ഹൗ മെനി ഓഫ് യു തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് എ ഫ്യൂച്ചർ കോൺസിക്വൻസ്? അതായത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോഴൊന്നും അടുത്തൊരു കാലത്തൊന്നും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇതൊരു 100 150 കൊല്ലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും കാര്യമായ മാറ്റം ഈ ലോകത്തിൽ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഒരിക്കലും ഇല്ല സർ. അത് റീസെന്റ് ആയിട്ട് തന്നെ നമ്മൾ അതിന്റെ കോൺസിക്വൻസ് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ 2018 വന്ന ഫ്ലഡ് ആണെങ്കിലും ഇപ്പൊ നമുക്ക് വന്ന കൊറോണയ്ക്ക് മേ ബി ഒരു റീസൺ ആകാം. ഗ്ലോബൽ വാർമിങ്ങിന്റെ പോലെ നമുക്ക് അറിയില്ലല്ലോ ഇപ്പം എക്സാക്ട് റീസൺ കൊറോണ വൈറസിന്റെ ഫോർമേഷൻ ഉള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഭാവിയിൽ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും ഏതെങ്കിലും വൈറസ് അതിന്റെ ചേഞ്ചസിന്, അതായത് അതിന്റെ ഗ്രോത്തിന് അനുകൂലമായ മാറ്റങ്ങൾ ഈ ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായത് തന്നെ. ഇതിന്റെ ഈ കൊറോണ. ഹലോ, താങ്ക് യു ടീച്ചർ. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം ആ ഒരു ബോധം നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ ഉള്ളതൊന്നും അല്ല എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യം, ഇതൊന്നും ഇതിന് പരിഹാരം കാണുന്നതൊന്നും നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിനുള്ള അഡാപ്റ്റേഷൻ, മിറ്റിഗേഷൻ എന്നൊക്കെ പറയുന്നത്, അതായത് കാലാവസ്ഥാ മാറ്റമായിട്ട് പൊരുത്തപ്പെടാനും കാലാവസ്ഥ മാറ്റം ഉണ്ടാകാതിരിക്കാനുള്ള ആക്ഷൻസ് എടുക്കാനുമുള്ള ഉത്തരവാദിത്തം മറ്റാരുടെയോ ആണ് എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇത് ഇപ്പോഴൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉണ്ടാകുമ്പോഴാണ്. ഇപ്പൊ നാളെ എൻ്റെ വീട്ടിൽ വെള്ളം കയറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കും. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വെള്ളം കയറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന് വേണ്ട പ്രിക്കോഷണറി മെഷേഴ്സ് ചിലപ്പോൾ നമ്മൾ എടുത്തില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിക്കാൻ കാര്യം. ഇത് ടീച്ചർ വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ഇതൊരു ഫ്യൂച്ചർ കോൺസിക്വൻസ് അല്ല. സാറേ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ സാറേ. ഇപ്പം ഈ ഒരു അവസരത്തില് സത്യം പറഞ്ഞാല് ദാമോദരൻ സാറൊക്കെ ഇങ്ങനെ ഒരു നമുക്ക് ഇതിനകത്ത് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ അവരെ, അത് മാത്രമല്ല ഇതിനകത്ത് കുട്ടികൾക്ക് ഇപ്പം കുറച്ച്, അതായത് കൂടുതൽ ആക്റ്റീവായിട്ട് പങ്കെടുത്തില്ലെങ്കിൽ പോലും ജസ്റ്റ് കേട്ടോണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, അതായത് 5 UP ക്ലാസ്സിലെ കുട്ടികളെ ഒരു ടീച്ചറാണ് ഞാൻ. UP ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ. ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയിലോ അല്ല. പക്ഷേ എൻ്റെ UP ക്ലാസ്സിലെ കുട്ടികൾക്കും പ്രകൃതി എന്താണ്, പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ്, സയന്റിസ്റ്റ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഇതിൽ എത്രമാത്രം കൺസേൺഡ് ആണ് ഫ്യൂച്ചറിനെ പറ്റി എന്ന് അവർക്കൊരു ബോധം ഒരല്പം പകർന്നു കൊടുക്കാൻ. കാരണം അവർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ ഒരു UP ക്ലാസ്സിലെ കുട്ടികൾക്ക് നമുക്ക് ആർക്കാണെങ്കിലും ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ അവരെ കൊണ്ട് എത്രമാത്രം ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ അവരിൽ അതിന്റെ ഒരു ആവശ്യകത ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ IREയും ഇതെനിക്ക് പറയാൻ ഇതൊരു അവസരമായിട്ട് ഞാൻ യൂസ് ചെയ്യാണ് എടുത്തത്. അതിന് ഞാൻ വളരെയധികം താങ്ക്ഫുൾ ആണ് എൻ്റെ കുട്ടികളുടെ ഭാഗത്തു നിന്നും എൻ്റെ രക്ഷകർത്താക്കളും ഒക്കെ. കാരണം ഈ ഒരു അവസരത്തിൽ പോലും, ഈ നോമ്പിന്റെ അവസരത്തിൽ പോലും പല കുട്ടികളും കയറുന്നു. ഇപ്പൊ സുഫിയാൻ അവരൊക്കെ കയറിയിരിക്കുന്ന നോമ്പാണ്, എന്നിട്ട് പോലും 7 മണിയൊക്കെ ആകുമ്പോൾ അവര് വരുന്നുണ്ട് സ്ഥിരം. അപ്പം എത്രത്തോളം ഈ കുട്ടി, ഒരുപക്ഷെ അവരൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതൊന്നും ചെയ്യാൻ, അവർക്ക് ഇത് കേട്ട് ചിലപ്പം താല്പര്യം ഉണ്ടായി മുന്നോട്ട് ഇറങ്ങുമെങ്കിലും പക്ഷെ ഇതെന്താണെന്ന് ഇതുവരെ അറിയാത്ത കുട്ടികൾ ഒത്തിരി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കുറച്ച് ആശയം പറഞ്ഞിട്ടുണ്ട്, അവരുടേതായ ഭാഷയിൽ എഴുതുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് സാറേ. ഇനി ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സർ. ടീച്ചറെ, ശരിക്കും ഞങ്ങൾ നന്ദി പറയേണ്ടത് ടീച്ചറോടാണ്, അല്ലെങ്കിൽ ടീച്ചറെ പോലുള്ള മറ്റുള്ള ആൾക്കാരോടാണ്. കാരണം നമ്മളിത് പറഞ്ഞു വെക്കുമ്പോൾ ഇത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് നിങ്ങളെ പോലുള്ള അധ്യാപകർക്കാണ്. അപ്പൊ നിങ്ങൾ അത് ഉൾക്കൊണ്ടു എന്ന് പറയുന്നത് തന്നെ ഈ പ്രോഗ്രാം നടത്തുന്നവരുടെ വലിയൊരു വിജയമാണ്. അപ്പൊ നന്ദി ശരിക്കും പറയേണ്ടത് ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന നിങ്ങളെ പോലുള്ള ടീച്ചർമാർക്ക് തന്നെയാണ്. നന്ദി ടീച്ചർ. ടീച്ചറുടെ പ്രതികരണത്തിനും ടീച്ചർ പറഞ്ഞ വാക്കുകൾക്കും നന്ദി. ടീച്ചർ ഏത് സ്കൂളിലെ ടീച്ചറാ? ഏത് സ്കൂളിലെ ടീച്ചറാണ് സാറേ? ഞാൻ ഗവൺമെന്റ് UPS കായംകുളം. ഓക്കെ, താങ്ക് യു. ഓക്കെ, എൻ്റെ പേര് പൊന്നി. ഓക്കെ, താങ്ക് യു ടീച്ചർ. അപ്പോൾ ഇതും പറയുമ്പോൾ നമുക്ക് ഒരു
ലിവിങ് ഓൺ ദ എഡ്ജ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷിൽ, അതായത് നമ്മളൊരു മുനമ്പിന്റെ വക്കത്ത്, വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ആത്മഹത്യാ മുനമ്പിന്റെ വക്കത്ത് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഇത് വളരെ വേൾഡ് ഓൺ ദ എഡ്ജ് എന്ന് പറഞ്ഞിട്ട് ലെസ്റ്റർ ബ്രൗണിന്റെ 2010 എഴുതിയൊരു പുസ്തകം 2025 നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് അപ്പോഴാണോ എന്നുള്ളത്. അന്ന് അദ്ദേഹത്തിന് അത് പറയാൻ പറ്റിയിട്ടുണ്ട്. നമ്മളൊരു വാസ്തവത്തിൽ ആത്മഹത്യാ മുനമ്പ് തന്നെ പറയാം. കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാലാവസ്ഥാ മാറ്റത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ തിരിച്ചറിവിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും പരിഹാരങ്ങളിലേക്ക് എത്താനും കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഈ കുട്ടികൾ, ഇതിപ്പോ ഞാൻ പിന്നീട് ചോദിക്കാം, കാരണം ധാവൻ സാർ ഇതിന് ശേഷമുള്ള ചർച്ചയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ടോ, അത് നിങ്ങളുടെ സൊല്യൂഷൻ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് ഇപ്പൊ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒഴുക്കിനെ ബാധിക്കും. നമുക്ക് അവസാനം അതിലേക്ക് വരാം. ഇപ്പൊ ഞാൻ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും ഒരു പ്രശ്നം ഞാൻ ഈ കഴിഞ്ഞ കുറെ കാലങ്ങൾ പഠിച്ചിട്ടുള്ള മനസ്സിലായിട്ടുള്ളത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ പോകുന്ന, ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്ന 2 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയും ചൈനയുമാണ്. അതിലൊന്ന് ഇന്ത്യയാണ്. അപ്പൊ നമ്മൾക്ക് ഇന്നിപ്പോ നിലവിലുള്ള സംവിധാനങ്ങളിൽ നമുക്ക് ഒരു വെള്ളപ്പൊക്കത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ഫോർകാസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ രാജ്യത്ത് ഇന്ന് ഇല്ല എന്നുള്ള ഒരു കണ്ടെത്തലിന്റെയും കൂടി ഭാഗമായിട്ടാണ് ഞാൻ ഇനി തുറന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ. നമുക്ക് മഴയുടെ ഫോർകാസ്റ്റ് ഉണ്ട്. നമുക്ക് റെഡ് അലേർട്ട് ഉണ്ട്, ഓറഞ്ച് അലേർട്ട് ഉണ്ട്. മഴയെ അടിസ്ഥാനമായിട്ടുള്ള അലേർട്ടുകൾ നമുക്ക് IMD പോലുള്ള സ്ഥാപനങ്ങൾ തരുന്നുണ്ട്. പക്ഷെ ഒരു ഫ്ലഡ് ഫോർകാസ്റ്റിംഗ്, ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ല. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ 3 ഭാഗവും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യം കൂടി ആയതുകൊണ്ട് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. അതുപോലെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്രീസിങ് സമ്മർ ഹീറ്റ്, ഈ വർഷം 2025 അതികഠിനമായിട്ടുള്ള ചൂട് നേരിടാൻ പോകും എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. 24 നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്താണ് നമുക്ക് ഇതിനുള്ള പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റും? ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ എല്ലാ ദിവസവും പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ടി വരുന്ന സ്ത്രീ പുരുഷന്മാർക്ക്, ഉച്ചയ്ക്കൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയും കഠിനമായിട്ടുള്ള ചൂട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവർക്ക് എങ്ങനെയാണ് നമുക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ അവരെന്തൊക്കെ സ്വയം രക്ഷാകർത്തമായിട്ടുള്ള വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് എങ്ങനെ പ്രേരിപ്പിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതുപോലെ മറ്റൊരു വിഷയമാണ് വേലിയേറ്റ വെള്ളപ്പൊക്കം. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് ഇനി പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എറണാകുളം ജില്ലയിലെ ഏറ്റവും സിറ്റി എന്ന് പറയുന്ന പനമ്പള്ളി നഗരം, കടവന്ത്രയും പോലുള്ള ഭാഗങ്ങളിലൊക്കെ വീടുകളിൽ നിരന്തരമായിട്ട് വെള്ളം കയറുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് കൂടുതൽ ജനശ്രദ്ധ ഇതിലേക്ക് വന്നത്. പക്ഷെ ഇത് 10-20,000 വീടുകളിൽ ഇത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിരന്തരമായിട്ടുള്ള പ്രശ്നമാണ് വേലിയേറ്റം കൊണ്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കം. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് വിശദമായിട്ട് സംസാരിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനമാണ്, വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതിനുള്ള ചില പരിഹാര മാർഗങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണോ വേണ്ടത്, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതികൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. പിന്നെ വെള്ളം, 44 നദികളുള്ള കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടാൻ പോകുന്ന 10 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നദിയുണ്ടായാലും വെള്ളമുണ്ടായാലും മഴയുണ്ടായാലും കുടിവെള്ളമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുരിതപൂർണമായി മാറാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് പരിഹാരം കാണാൻ പറ്റുക? ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഊർജം, ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യന്റെ ഊർജ ആവശ്യങ്ങളാണ് ഇന്ന് നമ്മൾ നേരിടുന്ന കാലാവസ്ഥാ മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഊർജം ആവശ്യങ്ങളിൽ എന്തെങ്കിലും നടപടികൾ എടുക്കാതെ, മാറ്റങ്ങൾ വരുത്താതെ നമുക്ക് ഈ കാലാവസ്ഥാ മാറ്റത്തെ യാതൊരു തരത്തിലും നേരിടാൻ പറ്റില്ല. ആളുകൾ പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായിട്ട് പറയാറുണ്ട്, മരം നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാൻ പറ്റും. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ചില ധാരണകളാണ്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മരത്തിന് ഒരു വർഷം ആകെ ആഗിരണം ചെയ്യാൻ പറ്റുന്ന 25 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മളെല്ലാവരും ഒരു മാസം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ 100-150 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ 50-100 മരങ്ങൾ ഉണ്ടായാൽ പോലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് മരം നട്ടിട്ടൊന്നും നമുക്ക് ഇന്നത്തെ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭീകരമായിട്ടുള്ള അവസ്ഥയെ മാറ്റാൻ പറ്റില്ല. അതിൽ നമ്മുടെ എനർജി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഊർജത്തിന്റെ ഉപഭോഗത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ
കൃത്യമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പല പല പ്രശ്നങ്ങളും നമ്മൾ കാണുകയും മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ കണ്ട ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ കണ്ട പല പ്രശ്നങ്ങളെ കുറിച്ചും ഇവിടെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ചർച്ച ചെയ്യാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ലിസ്റ്റിംഗ് ഇങ്ങനെ പോവാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിന് മുമ്പായിട്ട് നേരത്തെ പൊന്നി ടീച്ചർ പറഞ്ഞ ഒരു വിഷയം 2018-ലെയും 19-ലെയും പ്രളയം. ആരാണ് ഈ കുത്തി വരച്ചിടുന്നതെന്ന് അറിയില്ലെങ്കിൽ പോലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എത്ര പേര് കണ്ടിട്ടുണ്ട്? ചെറിയ കുട്ടികൾ പലർക്കും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ചിത്രമാണ് 18-ലെ പ്രളയം. കാരണം 100 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് അത്തരം ഒരു പ്രളയം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത് ഓർത്തു. പക്ഷെ 19-ൽ പിന്നെയും പ്രളയം ഉണ്ടായി. ഇപ്പൊ കഴിഞ്ഞുള്ള മറ്റ് പല പ്രകൃതി ദുരന്തങ്ങളും നമ്മൾ നിരന്തരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതിന്റെ ദുരന്ത ഫലങ്ങൾ പലതും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടർ CG മധുസൂദനൻ എന്ന് പറയുന്ന ബോംബെ IIT-ന്ന് PhD ഒക്കെ എടുത്ത സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഡോക്ടർ CG മധുസൂദനൻ 1 മാസം മുമ്പ് നമ്മുടെ അധികാരികളെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കണക്കുകൾ വെച്ചിട്ട് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, കേരളത്തിൽ 2018-ൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവും എന്ന്. പക്ഷെ അതിന് നടപടികൾ എടുക്കാൻ നമുക്ക് അന്ന് സാധിച്ചിട്ടില്ല. ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഷെയർ ചെയ്തോട്ടെ. ഭയങ്കര അസുഖം പിള്ളേർക്ക് റിപ്പോർട്ട് ചെയ്യണം. അവര് സൈബർ റിപ്പോർട്ട് ചെയ്യണം. അത് ആരാന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ഞാൻ 1-2 പേരെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അതിനകത്ത്. നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ എടുത്തോളൂ. അപ്പൊ അതൊരു വിഷയം. 18-ലെയും 19-ലെയും പ്രളയം, പൊന്നി ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ നേരിടുന്ന കാലാവസ്ഥാ ദുരന്തത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടായത് ശരിക്ക് ഈ പ്രളയത്തോടാണ്. 2015-ൽ നമുക്ക് വലിയൊരു വരൾച്ച ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ആരും ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഇത് കാര്യങ്ങൾ കുറച്ചും കൂടി പറഞ്ഞാൽ മനസ്സിലാവുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് അതിനുശേഷം 2020-ല് പെട്ടിമുടി എന്ന് പറയുന്ന ഒരു ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഉരുൾപൊട്ടൽ. അന്ന് 66 പേരാണ് അവിടെ മരിച്ചത്. വാസ്തവത്തിൽ ഈ ഉരുൾപൊട്ടലിനെ കുറിച്ചും മുൻകൂട്ടി അറിവ് നൽകാൻ നമ്മുടെ ശാസ്ത്രത്തിന് കഴിഞ്ഞിരുന്നു. അമൃത യൂണിവേഴ്സിറ്റിയിലെ ഒരു വിഭാഗം ആളുകൾ കൃത്യമായി ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് പലരെയും അറിയിച്ചിരുന്നു. പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള നടപടികൾ പലപ്പോഴും എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു കാരണം അത് ഒരു ജനകീയമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും അത് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 സയന്റിസ്റ്റുകളോ ശാസ്ത്രജ്ഞന്മാരോ അവര് മാത്രം പറയുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. വയനാട്ടിലുണ്ടായിരുന്ന കഴിഞ്ഞ വർഷം വയനാട്ടില് 420 പേര് മരിച്ച ഒരു സംഭവത്തില് അവിടെ ഹ്യൂംസ് എന്ന് പറയുന്ന ഒരു ജനകീയ സംഘടന കനത്ത മഴയുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ആ മഴയുണ്ടായാൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവുമെന്നും 6 മണിക്കൂർ മുമ്പ് തന്നെ അവിടെയുള്ള അധികാരികൾക്ക് മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു. പക്ഷെ അപ്പോഴും നമുക്കത് കൃത്യമായിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളൊരു ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നമുക്ക് ശാസ്ത്രത്തിന്റെ പല മേഖലകളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരിടുന്ന പല ദുരന്തങ്ങളെയും ഒരുപക്ഷെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇല്ലാതാക്കാൻ പറ്റില്ല, പക്ഷെ കുറയ്ക്കാൻ പറ്റിയേക്കും എന്ന് തോന്നുന്നു. ഞാൻ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. ഇത് 2023-ലെ COP28 എന്ന് പറയുന്ന ദുബായിൽ നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസിലും കൂടി കാണിച്ചിട്ടുള്ള വളരെ ചെറിയൊരു 3 മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അത് കേരളത്തിൽ നേരിടുന്ന വേലിയേറ്റ വെള്ളപ്പൊക്കത്തെ കുറിച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രായമുള്ള ദേവനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടി, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കലക്ടർക്ക് ഒരു കത്ത് എഴുതുകയും അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ അതൊന്ന് കാണിക്കാം. ബഹുമാനപ്പെട്ട കളക്ടർ സാർ അറിയുവാൻ, ഞങ്ങളുടെ നാട്ടിലെയും എൻ്റെ വീട്ടിലെയും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഈ എഴുത്ത്. ഇപ്പോൾ കുറേ കൊല്ലമായിട്ട് ഉപ്പുവെള്ളമാണ് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ ചുറ്റിലും. വീടൊക്കെ കേടായി. എൻ്റെ കൂട്ടുകാർ ആദിത്യൻ്റെയും അതുലിൻ്റെയും പിന്നെ ആര്യയുടെയും വീട്ടിൽ 2011 ഓരുവെള്ളം കയറാൻ തുടങ്ങിയതാ. 13 കൊല്ലമായിട്ട് അവർ ഇങ്ങനെ ജീവിക്കണേ. 15 മിനിറ്റ് വെള്ളത്തിൽ കൂടി നടന്നിട്ടാ സ്കൂളിൽ പോണേ. കാലാവസ്ഥ മാറ്റാന്നാ പറയണേ.
കുറെ വീടും പോയി, ആൾക്കാർക്ക് ജോലിയും പോയി. നാരായണൻ ചേട്ടനൊക്കെ എത്ര മീൻ കിട്ടിയിരുന്നതാ, ഇപ്പൊ ഒന്നുമില്ല, തൂമ്പ് പണി മാത്രമായി. ഇവിടുത്തെ മെമ്പറൊക്കെ പലതും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് എന്താവാനാ. ഞങ്ങളുടെ വാർഡിൽ കഴിഞ്ഞ 4 വർഷം ഏതു ദിവസം എത്ര മഴ പെയ്തു എന്ന് കൃത്യം ഡാറ്റ കയ്യിലുള്ള കുട്ടിയുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ മഴയുടെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നത്തിൻ്റെ കൃത്യം വിവരങ്ങളുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇത് മുരുകേശൻ ചേട്ടൻ ലക്ഷക്കണക്കിന് കണ്ടൽ നട്ടിട്ടുണ്ട്. ആൾക്കിത് ചെയ്തിട്ട് എന്താ ലാഭം? ആള് ചെയ്യുന്നതിന്റെ ഗുണം ഞങ്ങൾ കുട്ടികൾക്കാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ പറ്റുന്ന കേരളത്തിന്റെ സ്വന്തം അരിയാണ് പൊക്കാളി. അത് ഇവിടെ കൃഷി ചെയ്യാൻ ആളില്ല. എന്നാൽ വിച്ചപ്പൻ ചേട്ടൻ 12 ഏക്കറിൽ എല്ലാ കൊല്ലവും പൊക്കാളി വിളവെടുക്കും. ഇങ്ങനത്തെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ വഴികാട്ടികളാക്കേണ്ടേ? സസ്നേഹം, ദേവനന്ദൻ. എനിക്കത് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു, കേൾക്കാനും പറ്റിയെന്ന് വിചാരിക്കുന്നു. ചുറ്റുപാടുണ്ടായിരുന്ന ഒരു ശബ്ദം, ബഹളം എത്രമാത്രം ശല്യമായി എന്നറിയില്ല. രത്നമാ സാർ, കേൾക്കാനും കാണാൻ പറ്റിയില്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇത് കാണിച്ചത്, ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾ 2-3 കുട്ടികളെ അതിൽ കാണിക്കുന്നതായിരുന്നു. ദിവസവും 15 മിനിറ്റ് വെള്ളത്തിൽ കൂടി നടന്നു പോകുന്ന കുട്ടികൾ. നിങ്ങളുടെയും കൂട്ടത്തിലുള്ള പലർക്കും ചിലപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടിയോട് ഞങ്ങൾ കഴിഞ്ഞ അവരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞാൻ സ്കൂളിൽ എത്തുമ്പോൾ എന്നും ലേറ്റ് ആവും, കാരണം എനിക്ക് യൂണിഫോം ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, നനഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ലേറ്റായി എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചർമാർ ഞങ്ങളെ 3 പേരെയും സ്കൂളിന്റെ ചുറ്റും 9 റൗണ്ട് ഓടിച്ചതിന് ശേഷമാണ് ക്ലാസ്സിൽ കയറ്റുക. അപ്പൊ ഇത് കാണിക്കുന്നത് ടീച്ചർമാർക്കും കൂടി ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമ്മൾ സ്വയം ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇത് 1-2 പേരുടെ ഒന്നുമില്ല, ജീവിതത്തിൽ ഇന്നേ വരെ സ്വന്തം മുറ്റത്ത് കളിക്കാൻ പറ്റാത്ത കുട്ടികളുടെ ഒരു അവസ്ഥയും കൂടിയാണ്. കാരണം എപ്പോഴും വെള്ളം കയറുന്നതുകൊണ്ടും. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട്, എന്താണ് ഇതിനൊരു പരിഹാരം? ഇപ്പൊ ഞങ്ങൾ അവരോടൊക്കെ പറയാറുള്ള ഒരു കാര്യം, പരിഹാരം എന്താണെന്ന് ആലോചിക്കുന്നതിന് മുൻപ് എന്താണ് പ്രശ്നം എന്നുള്ളത് പഠിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പരിഹാരം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് കുറച്ച് സമയം, അതായത് കമ്മ്യൂണിറ്റി സോഴ്സ്ഡ് മോഡലിംഗ് എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഇതിനുള്ള പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ, പരിഹാരത്തിന്റെ ഒന്നും എവിടെ എത്തിയിട്ടില്ല. ഇതിന്റെ പരിഹാരം ശാസ്ത്രജ്ഞന്മാർ അവരുടെ AC റൂമിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഭരണകർത്താക്കൾ അവരുടെ കസേരയിൽ ഇരുന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സമൂഹവും കൂടി ഉൾപ്പെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിഹാരങ്ങളിലേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും പഞ്ചായത്തുകളുടെ, കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരു കോൺഫറൻസ് ഓഫ് പഞ്ചായത്ത് എന്ന് പറയുന്ന ഈ വേലിയേറ്റ വെള്ളപ്പൊക്കം ബാധിക്കുന്ന പഞ്ചായത്തുകളിലെ എല്ലാ പ്രസിഡന്റുമാരെയും വിളിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്തി അവരുടെ ചർച്ചകൾ ചെയ്തു. ഈ വർഷം അതിലേക്കുള്ള ഫണ്ട് മാറ്റിവെക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് എങ്ങനെ ഇതിനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു അഡാപ്റ്റേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന, അതായത് കാലാവസ്ഥാ മാറ്റത്തെ നമ്മൾ 2 രീതിയിൽ നേരിടാം. ഒന്ന്, നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാം. 2, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് ഇല്ലാതാക്കാൻ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു അഡാപ്റ്റേഷൻ സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ഒരു പൊരുത്തപ്പെടലാണ് നമ്മൾ ആലോചിക്കുന്നത്. അവിടെ ഒരു ഇന്റഗ്രേറ്റ് സയന്റിഫിക് ആൻഡ് കമ്മ്യൂണിറ്റി നോളജ്, ശാസ്ത്രീയമായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നത്, ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ കുറച്ച് ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരെക്കാൾ അറിവുള്ളവരാണ് നമ്മുടെ നാട്ടുകാർ എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി. അതായത് നമ്മുടെ വലിയ കാര്യമായിട്ട് കോളേജുകളിലും സ്കൂളുകളിലൊന്നും പോയിട്ടില്ലാത്ത ആളുകൾക്കും നമ്മളെക്കാൾ നമ്മുടെ പ്രകൃതിയെക്കുറിച്ചുള്ള വിവരമുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ അവരോടും കൂടി ചേർന്നുകൊണ്ട്
ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പൊ അവിടെ ഒരു ഇൻക്രീസ്ഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്ന പരിഹാരത്തിൽ നമ്മുടെ സമൂഹം കൂടി ഉൾപ്പെടുമ്പോൾ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കപ്പെടും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. കാരണം 2018 പ്രളയത്തിന് ആദ്യം ശാസ്ത്രം IMDയുടെ ഒക്കെ ഒരു പ്രവചന പ്രകാരം പറഞ്ഞത് ഓഗസ്റ്റ് 11, 12 തീയതികളിൽ കാര്യമായിട്ടുള്ള മഴയുണ്ടാവുമെന്നും അതൊരു വെള്ളപ്പൊക്കത്തിലേക്ക് വരുമെന്നും എല്ലാവരും മാറ്റി പാർപ്പിക്കണം എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അപ്പൊ ജനങ്ങളും സഹകരിച്ചു, പോലീസും വില്ലേജ് ഓഫീസുകാരും എല്ലാവരും ചേർന്ന് എല്ലാ ജനങ്ങളെയും മാറ്റി പാർപ്പിച്ചു. പക്ഷെ 11-നും 12-നും മഴ പെയ്തില്ല. അപ്പൊ ഇത് ശാസ്ത്രത്തിന്റെ തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ഭൂമധ്യരേഖ പ്രദേശത്താണ്. ഇവിടെ മാറ്റങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് കാലാവസ്ഥാ പ്രവചനങ്ങൾ നടത്താൻ ഏത് ശാസ്ത്രത്തിനും സാധ്യമല്ല. കാരണം ഭൂമിയിലെ മാറ്റങ്ങൾ അത്രയധികം പെട്ടെന്ന് നടക്കുന്നതാണ്. അത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ നമ്മൾ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മനസ്സിലാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്വമാണ്. നമുക്ക് 100% കൃത്യമായിട്ടൊന്നും പലതും പറയാൻ പറ്റുന്നില്ല. അപ്പൊ 11, 12 മഴ പെയ്യാത്തപ്പോൾ ആളുകൾ എന്ത് ചെയ്തു പറഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. 13-ാം തീയതി വീണ്ടും ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, ശക്തമായ മഴയുണ്ടാവും 14, 15 തീയതികളിൽ. പക്ഷെ രണ്ടാമത് പറഞ്ഞപ്പോൾ ജനങ്ങളാരും അത് മാറാൻ തയ്യാറായില്ല. കാരണം ആദ്യത്തെ തവണ മാറിയപ്പോൾ തെറ്റായതുകൊണ്ട്. പക്ഷെ ഓഗസ്റ്റ് 15-ാം തീയതി 2018 പെയ്ത മഴ പിന്നീട് ജനങ്ങൾക്ക് ഒരു കാർത്തിക് എന്ന് പറയുന്ന ഒരാളാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ രത്നകുമാർ സർ. അതിനകത്ത് 1-2 പേരുണ്ട്. ഒരു ദേവതീർത്ഥ ഒരു ചെയ്യുന്നുണ്ട്. കാർത്തിക് ക്രിസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. റിമൂവ് ചെയ്തേക്കാം. അപ്പൊ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇത് ആളുകൾക്ക് ഇതിലൊരു വിശ്വാസമില്ലായ്മ വന്നു. പക്ഷെ പിന്നീട് അവർക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ ഇതേ പറയുന്ന പുത്തൻവേലിക്കര എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ആളുകൾ സ്വന്തമായിട്ട് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടാൻ മുന്നോട്ട് വരികയും ഇന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവർ വളരെ ശക്തമായിട്ട് തന്നെ നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊവേഷൻ എന്ന് നിങ്ങളോട് ഇപ്പോൾ പറയുമ്പോൾ, നിങ്ങൾ പുതിയ പുതിയ പ്രശ്നപരിഹാര മാർഗങ്ങൾ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അത് പുതിയൊരു ശാസ്ത്ര കണ്ടുപിടുത്തം ആവണമെന്നൊന്നുമില്ല. ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവെൻഷൻ ആവണമെന്നൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള അറിവുകളെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ കൂട്ടിയിണക്കാൻ പറ്റും, നമ്മുടെ ഉള്ള അറിവുകളെ തന്നെ എങ്ങനെ കൂട്ടിയിണക്കാൻ പറ്റും എന്ന് പറയുന്നത് വലിയൊരു ഇന്നൊവേഷൻ തന്നെയാണ്, പുതിയൊരു രീതിയാണ്. അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാവണം. ഇംപ്ലിമെന്റിങ് സൊല്യൂഷൻസും അതിന്റെ എൻവയറമെന്റൽ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ ഇത്തരം ഒരു കൊളാബറേഷനുകളിലൂടെ നേരിടണം എന്നും കൂടി പറയാനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചില ഫോട്ടോകൾ ഇതിൽ ഇടതുഭാഗത്ത് കാണുന്നത് കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ജോസിന്റെ വീടാണ്. ഇത് 2 വർഷം മുമ്പ് ഫെബ്രുവരി മാസത്തിൽ, ഇതേ മാസത്തിൽ ഞാൻ പോയെടുത്ത ഒരു ഫോട്ടോ ആണ്. അപ്പൊ 2 കല്ലുകളുടെ മുകളിൽ കൂടി നടന്നാലേ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചളി ചവിട്ടാതെ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ഒരു കല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഈ വർഷം ഞാൻ പോയിട്ടില്ല, ഈ വർഷം മിക്കവാറും ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു കല്ലും കൂടി, മൂന്നാമതൊരു കല്ലും കൂടി ഇടേണ്ടി വന്നേക്കാം. നടുവിൽ കാണുന്ന ഒരു ഫോട്ടോ അവിടെയുള്ള സിസിലി ചേച്ചിയുടെ വീടാണ്. അതിന്റെ മുകൾ ഭാഗത്തുള്ള റൂഫ് എപ്പോ വേണമെങ്കിലും തകർന്നു വീഴാൻ പറ്റുന്ന അവസ്ഥയിലാണ്. അതിനൊരു കാരണം ഇവരുടെ വീട്ടിലേക്ക് കയറുന്ന ഉപ്പുവെള്ളമാണ്. വലതുഭാഗത്ത് കാണുന്ന ഫോട്ടോ ഒരു വീട്, അത് ഇത്തരം വീടുകൾ ഒരുപാട് ഈ ഭാഗത്ത് നിങ്ങൾക്ക് പോയാൽ കാണാം. അവരുടെ ടോയ്ലറ്റുകളൊക്കെ പലപ്പോഴും വേലിയേറ്റ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ടോയ്ലറ്റിലുള്ള മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ പഠനത്തിൽ ഇറങ്ങുമ്പോൾ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എത്ര വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്, എപ്പോഴാണ് വെള്ളം കയറുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു കണക്കും ആരുടെയും കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഉപയോഗിച്ചത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കലണ്ടർ പോലെ ഒരു കലണ്ടർ ഉണ്ടാക്കുകയും ഈ കലണ്ടറിൽ വേലിയേറ്റ വെള്ളപ്പൊക്കം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസങ്ങളെ ഒരു നീല നിറത്തിൽ മാർക്ക് ചെയ്തിട്ട് കൊടുത്തു. എന്നിട്ട് ഓരോ 10,000 വീടുകളിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാണ് വെള്ളം കയറുന്നത്, ഏത് സമയത്താണ്, എത്ര ഉയരത്തിലാണെന്ന് ഓരോ വീട്ടുകാരോടും അളന്ന് എഴുതി തരാൻ പറഞ്ഞു. ആ കലണ്ടറുകൾ ഞങ്ങൾ തിരിച്ച് കളക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള അപഗ്രഥനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിന്റെ പരിഹാരങ്ങളിലേക്ക് പോകുന്നത്. അവിടെയാണ് സയൻസിനെ ഉൾപ്പെടുത്തുന്നു പറയുന്നത്. പക്ഷെ അതേപോലെ കമ്മ്യൂണിറ്റിയും സമൂഹവും കൂടി ഉൾപ്പെടാതെ നമുക്ക് ഇങ്ങനെ ഡാറ്റ കണ്ടു. ലോകത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന് ഈ രീതിയിലൊരു കണക്കെടുപ്പ് നടക്കുന്നത്. അതിന് വന്നിട്ടുള്ള പത്രവാർത്തയാണ് വരുന്നത്. സമയം എത്ര സമയം കൊണ്ടുണ്ട് രത്നകുമാർ സാറേ? പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ, 10 മിനിറ്റ് കൂടെ പറഞ്ഞിട്ട് പിന്നെ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങളിപ്പോ അതിനുശേഷം ഞങ്ങൾക്ക് യൂണിസെഫ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആദ്യമായിട്ട് ഒരു കാലാവസ്ഥാ മാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഒരു പ്രോജക്റ്റ് വിളിച്ചപ്പോൾ
ലോകത്തിൽ നിന്ന് 8 സംഘടനകളെ തിരഞ്ഞെടുക്കുകയും അതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക സംഘടന ഞങ്ങളുടെ ഇക്വിനോക്ട് എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു. അതിന്റെ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പാക്ട് ബേസ്ഡ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം കേരളത്തിലെ പെരിയാർ, ചാലക്കുടി റിവർ ബേസിനുകളിലേക്ക് എന്തൊക്കെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും വെള്ളം കൂടുതൽ പൊന്താൻ സാധ്യത, എന്തായിരിക്കും അതിന്റെ ഇമ്പാക്ട് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കിട്ടുകയും ആ പ്രോജക്റ്റ് ഞങ്ങൾ വളരെ വിജയകരമായി തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളൊരു ഇമ്പാക്ട് ബേസ്ഡ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിനെ എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചായിട്ട് ഞങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷെ അതിനുള്ള പ്രവർത്തനങ്ങളിലാണ്. ഇത് പറഞ്ഞ പോലെ ദിസ് ഇസ് ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്സ് ടു ബി കമ്മ്യൂണിറ്റി സോഴ്സ്ഡ് ഇമ്പാക്ട് ബേസ്ഡ്. അതായത് സമൂഹത്തിൽ ഗൂഗിളും ഇതുപോലെ, ഗൂഗിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗൂഗിളും ഇതുപോലുള്ള ചില പ്രഡിക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗൂഗിള് സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് കാർമേഘം കൊണ്ട് മൂടിയിരിക്കും നമ്മുടെ അന്തരീക്ഷം. ആ സമയത്ത് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റകൾ പലതും തെറ്റായിരിക്കും. പക്ഷേ നേരെ മറിച്ച് സമൂഹത്തിൽ നിന്ന് എടുക്കുന്ന ഡാറ്റയാണെങ്കിൽ മഴയുടെ ആയാലും പുഴയുടെ അളവായാലും നമ്മുടെ കിണറ്റിലെ വെള്ളത്തിന്റെ അളവായാലും എല്ലാം സമൂഹം നിങ്ങളെ പോലുള്ള എന്നെ പോലുള്ള ആളുകൾ നേരിട്ടെടുക്കുന്നതാകുമ്പോൾ ആ തെറ്റുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്, യുനിസെഫിന്റെ റിപ്പോർട്ടിൽ തന്നെയാണ് പറഞ്ഞത് ഗൂഗിളിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള അവരും തന്നിട്ടുള്ള ഒരു അംഗീകാരമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷെ എങ്ങനെയാണ് 100ഓളം ഡാറ്റ ഗ്യാദറർമാരെ, അതായത് ഞങ്ങൾ കേരളത്തില് IMD എന്ന് പറയുന്ന ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ വകയായിട്ട് 160ഓളം റെയിൻ ഗേജുകളാണ് ഉള്ളത്. അതുകൊണ്ട് കേരളത്തിലെ മഴയെ കൃത്യമായിട്ട് പറയാൻ ഒരിക്കലും സാധിക്കില്ല. നമുക്ക് കുറച്ചുകൂടി ഹൈപ്പർ ലോക്കൽ ആയിട്ടുള്ള ഡേറ്റ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 100 കമ്മ്യൂണിറ്റി ഡാറ്റ ഗ്യാദറേഴ്സിനെ കണ്ടെത്തുകയും ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഒരു റെയിൻ ഗേജ് അവർക്ക് കൊടുക്കുകയും അവർക്ക് പുഴയിലെ അളക്കാനുള്ള ഒരു റിവർ ഗേജും അവരുടെ കിണറിലെ വെള്ളം അളക്കാനുള്ള ഒരു ഗ്രൗണ്ട് വാട്ടർ ഗേജും അവർ വഴി കിട്ടുന്ന ഡാറ്റയെ ഞങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഇതാണ് ആ റെയിൻ ഗേജിന്റെ ഒരു പടം നിങ്ങൾക്ക് കാണാം. ഇത് കുട്ടികളാണ് ഇതിൽ പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് മഴയുടെ അളവെടുക്കുന്നത്. ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത റെയിൻ ഗേജ് ആണ്. ഇതിന് കുറച്ചധികം മേന്മകളുണ്ട്. ഇന്ന് നമ്മൾ പൊതുവെ സമൂഹത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ പല രീതിയിൽ സ്റ്റുഡൻസിനെയും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ചുറ്റുവട്ടത്തുണ്ടാവുന്ന അനാവശ്യമായിട്ടുള്ള ശബ്ദം വലിയൊരു ശല്യമാണ്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റും, സോറി. പല സ്ഥലങ്ങളിൽ ഇതിപ്പോ കമ്മ്യൂണിറ്റി വളണ്ടിയേഴ്സ്, കൃഷിക്കാര്, അവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇതിൽ ചിലത് ഓട്ടോമാറ്റിക് ആണ്, പക്ഷെ പലതും നമ്മൾ മാനുവൽ ഗേജസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു ഗ്യാദർ എന്ന് പറയുന്ന, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു ബഹള ശല്യം. ഗ്യാദർ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഇതിനായിട്ട് ഉണ്ടാക്കുകയും ഈ ഗ്യാദർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് ഞങ്ങൾ ഈ ഡാറ്റ ഇപ്പോൾ കളക്ട് ചെയ്യുന്നത്. നേരത്തെ കാലത്ത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന വലതുഭാഗത്ത് കാണുന്ന ഒരു സ്കെയിൽ, സാധാരണ ഒരു സ്കെയിലിന്റെ മുകളിൽ തുന്നൽക്കാർ ഉപയോഗിക്കുന്ന ഒരു ടേപ്പ് ഒട്ടിച്ചു വെച്ചിട്ട് ആ ടേപ്പിൽ നിന്നുള്ള മെഷർമെന്റ് എടുത്തിട്ടായിരുന്നു നേരത്തെ ഞങ്ങൾ ഈ ഡാറ്റ കളക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഒരു നല്ലൊരു റെയിൻ ഗേജ് ഉണ്ടാക്കുകയും ഈ കാണുന്ന നിങ്ങളെ പോലെ തന്നെ കുട്ടികൾ തന്നെയാണ് അവർ പിടിച്ചിരിക്കുന്ന റെയിൻ ഗേജ് വെച്ചിട്ട് എടുക്കുന്നത്. ഒരു സെക്കൻഡ്, ഞാനൊന്ന് കുറച്ചൊന്ന് മാറിയിരുന്നോട്ടെ. കേൾക്കുന്നുണ്ടല്ലേ? ഇത്തരം സാമൂഹ്യ ദ്രോഹങ്ങളെ നമുക്ക് ഒരു വിധത്തിലും നേരിടാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുന്ന ഒരു പടം, ഇതിൽ തല കാണുന്ന ഒരു കറുത്ത വട്ടം കാണുന്ന ഇതെല്ലാം ഞങ്ങൾ വെച്ചിട്ടുള്ള റെയിൻ ഗേജുകളിൽ നിന്നുള്ള റീഡിംഗ് കേരളത്തിൽ ഉണ്ടാവുന്ന ഓരോ റിവർ ബേസിനുകളിലും എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്ന ഒരു പടമാണ്. ക്ലൈമറ്റ് വാച്ച് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓരോ ദിവസം ഉണ്ടാവുന്ന മഴയുടെ അളവുകൾ നമുക്ക് അതിൽ രേഖപ്പെടുത്തി കാണാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള ഇപ്പൊ ചാലക്കുടി പുഴയിലാണെങ്കിൽ 6 ഡാമുകളുണ്ട്. അതിൽ 4 തമിഴ്നാടിന്റെ കൺട്രോളിലാണ്, 2 മാത്രമേ കേരളത്തിന്റെ കൺട്രോളിലുള്ളൂ. പെരിയാറിലും ഇതേപോലെ 5 ഡാമുകളുണ്ട്. ഈ ഡാമുകളിലെ വെള്ളം എത്രയാണെന്നുള്ള അളവുകൾ ഞങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഒരു ഇമ്പാക്ട് ബേസ്ഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. ഇതിൽ ഓരോ നിറവും നമുക്ക് ഇത്ര സെന്റിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗത്ത് വെള്ളം കയറും എന്നുള്ള രീതിയിൽ മുൻകൂട്ടി കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡാഷ്ബോർഡ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ചർച്ചകളിലേക്ക് പോകാൻ തോന്നുന്നു. ഞാൻ കൂടുതൽ സമയം ഇതിലേക്ക് പോകുന്നില്ല, കാരണം നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഇതിൽ കൂടുതൽ പ്രധാനം.
ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇന്നോവേഷൻ എന്ന് പറയുന്നത് പുതിയ രീതിയിലുള്ള പ്രശ്ന പരിഹാര മാർഗങ്ങൾ തേടലാണ്. അത് ചിലപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിൽ ഞങ്ങൾ പുതുതായിട്ടുള്ള കാര്യമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള റെയിൻ ഗേജിന്റെ ഡയമീറ്റർ സാധാരണ 4 ഇഞ്ചാണ്. പക്ഷെ 4 ഇഞ്ചിന്റെ റെയിൻ ഗേജുകൾ ഉപയോഗിക്കുമ്പോൾ കേരളം പോലുള്ള ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ അതിന്റെ മെഷർമെന്റുകളിൽ തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തുകയും അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 6 ഇഞ്ചുള്ള ഒരു സിലിണ്ടർ ഉപയോഗിച്ചിട്ടുള്ള റെയിൻ ഗേജസ് ഉപയോഗിക്കുകയും അത് ഉപയോഗിച്ചപ്പോൾ തെറ്റുകൾ കുറവാണെന്ന് കണ്ടെത്താൻ പറ്റി. ഇവിടെയാണ് ശാസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നിരന്തരമായിട്ടുള്ള അന്വേഷണങ്ങളിലൂടെയും കണ്ടെത്തലിലൂടെയും മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു അപ്രോച്ച് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെ പ്രധാനപ്പെട്ട 1-2 അനൗൺസ്മെന്റുകൾ ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമുക്കിപ്പോൾ ചില കുട്ടികൾക്ക് പരീക്ഷയാണ്. അതിനും പുറമെ നമുക്ക് നോമ്പിൻ്റെ കാലവുമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഈ പ്രോജക്റ്റിലെ 3 തട്ടിലുള്ള വിദ്യാർത്ഥികളുണ്ട്. കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾ, പിന്നെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ, പിന്നെ UP. അപ്പോൾ ഈ 3 തലത്തിലും ഉള്ള കുട്ടികളെ അവർക്ക് പരീക്ഷയും മറ്റ് അസൗകര്യങ്ങളും ഒരുപക്ഷെ ഒരേ തീയതിയിലായിരിക്കില്ല. അതുകൊണ്ട് നേരത്തെ നമ്മൾ ഉദ്ദേശിച്ചത് 8 ആഴ്ചത്തെ പ്രോജക്റ്റ് പ്രവർത്തനത്തിന് ശേഷം നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നൊവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ ഒരു വിദഗ്ധ സമിതി വിലയിരുത്തി നിങ്ങൾക്ക് അതിൽ സമ്മാനാർഹമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളെയും ആശയങ്ങൾക്കും സമ്മാനങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് നിർദ്ദേശിച്ചിട്ടുള്ള ആളുകൾക്ക് അതിനനുസരണമായിട്ടുള്ള ചില സർട്ടിഫിക്കറ്റുകൾ തരികയും അങ്ങനെ വിദ്യാലയങ്ങളെയും മെൻ്റർ ടീച്ചേഴ്സിനെയും വിദ്യാർത്ഥികളെയും നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ ഈ പരീക്ഷയുടെ എല്ലാം ഒരു തീയതിക്കോ ഒരു കാലത്തോ നടക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ സമാപനം നമ്മളൊന്ന് സ്റ്റാഗർ ചെയ്യാൻ പോകണം. ഇതെല്ലാം തീയതി ഒന്നിക്കാതെ, അതായത് കോളേജ് ഗ്രൂപ്പുകൾക്കുള്ളതിനൊരു സെറ്റ് ഓഫ് ഡേറ്റ്സ് ഉണ്ടാവും 2 ജില്ലകളിലേക്ക്. അതുപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഗ്രൂപ്പിന് വേറെ ഒരിതുണ്ടാവും, UPക്കാർക്ക് വേറെ ഉണ്ടാവും. അത് നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ പ്രഭാഷണം കൂടി കഴിഞ്ഞാൽ വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരെ, മെൻ്റർ ടീച്ചേഴ്സിനെ ഞങ്ങൾ ഇതേപോലെ ഒരു കോളിൽ വിളിച്ച് ഈ നിങ്ങൾക്ക് സൗകര്യമാവുന്ന അല്ലെങ്കിൽ അസൗകര്യമാവുന്ന തീയതികളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു ചുരുങ്ങിയത് 6 ആഴ്ചയെങ്കിലും നിങ്ങൾക്ക് പ്രോജക്റ്റ് പ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇതിനെ ക്രമപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇത് എപ്പോൾ ഇതിൻ്റെ അവസാനം എന്നൊക്കെ അന്വേഷിച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങളെപ്പോലെയുള്ള ഇതിൽ വളരെയധികം സമ്മതത്തോടു കൂടി ജോയിൻ ചെയ്തിട്ടുള്ള 83ഓളം വിദ്യാലയങ്ങൾ 3 തട്ടിലുമായിട്ട് കൊല്ലം ജില്ലയിലും 65ഓ 67ഓ മറ്റോ ആലപ്പുഴ ജില്ലയിലും ഉണ്ട്. ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ ഗ്രൂപ്പിലും 4 കുട്ടികൾ വീതമുണ്ട്. മിക്ക സ്കൂളുകളിലും 4ഓ 6ഓ ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളിലുള്ള ആശയം ഒരു 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 തീരുമാനമാക്കി ഒരു സൊല്യൂഷൻ, അത് ശരിയാവുമോ ഇല്ലയോ എന്നുള്ളത് പോകട്ടെ, പക്ഷേ നിങ്ങൾ ഇതേപോലെ ഇപ്പം ജയറാമൻ സാറ് കാണിച്ച പോലെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് അവസാനത്തേക്ക് വെച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ആളുകളെയും നമ്മുടെ നാട്ടിലുള്ള ആളുകളെയും നമ്മളെ വിദ്യാലയത്തിൽ കൂടെ പഠിക്കുന്നവരെയും അധ്യാപകരെയും അതുപോലെ നമ്മൾക്ക് ഉപദേശം തരാൻ കഴിവുള്ള മുതിർന്ന മറ്റ് ജോലികളിലൊന്നും ഇപ്പം ഏർപ്പെട്ടിട്ടില്ലാത്ത ഒട്ടേറെ ആളുകളെയും അവരുടെയൊക്കെ അറിവും സമയവും ഒക്കെ തന്നെ നിങ്ങൾ സമാഹരിച്ചിട്ട് ഇതിനൊരു ഉത്തരം കണ്ടെത്തുന്നവരെ
നമുക്ക്, അതായത് ഒരു 5-6 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ആശയം പ്രാവർത്തികമാക്കാനുള്ള ഒരു വഴി, അതിനുള്ള ഒട്ടേറെ മാതൃകകളാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൂടി ഓരോ മേഖലയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു. ഇത്തവണ അത് എങ്ങനെ നമുക്ക് വലിയ വലിയ കണ്ടുപിടുത്തമൊന്നും അല്ലാതെ തന്നെ അറിയാവുന്ന സംഗതികളെ നമ്മൾ ആവശ്യമായ രീതിയിൽ ക്രമീകരിച്ച് എങ്ങനെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളത് നമ്മളിപ്പോൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. വളരെ എനിക്ക് തന്നെ വളരെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ആശയം തന്നിട്ടുള്ള ഒരു ടോക്ക് കൂടിയാണ് ഇന്നത്തെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു കൊല്ലത്തെ പ്രോജക്റ്റാണ്. അപ്പോൾ ഈ സമയത്തിനകത്ത് തന്നെ നിങ്ങളെല്ലാവരെയും ഇതിൽ നിന്ന് ഉത്തരങ്ങളും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗ്രൂപ്പുകൾ സൊല്യൂഷൻസ് തരുന്ന രീതിയിൽ എത്തിക്കുവാൻ വേണ്ടുന്ന തുടർന്നുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനി അങ്ങോട്ടുണ്ടാവുക. അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇമെയിലുകൾ വഴിക്കും, അതായത് മെൻറ്റർമാർക്കുള്ള ഇമെയിലുകൾ വഴിക്കും, വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് ഇമെയിലിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകൾ അവർക്ക് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, ഇനിയും കൊടുത്തുകൊണ്ടിരിക്കും. എങ്ങനെയായാലും നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഇമെയിലുകളും ശ്രദ്ധിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പരിപാടി നിങ്ങൾ ആലോചിക്കുക. ആർക്കും പരീക്ഷയോ നോമ്പോ ഇതൊന്നും തന്നെ നിങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമാകാത്ത രീതിയിൽ ഞങ്ങളിതിനെ ക്രമപ്പെടുത്തി ഈ പ്രോജക്റ്റിനെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രോജക്റ്റായിട്ട്, ഇപ്പോൾ ഡോക്ടർ ജയരാമൻ്റെ പ്രോജക്റ്റ് പറഞ്ഞില്ലേ, ഐക്യരാഷ്ട്ര സംഘടന തന്നെ വളരെ നല്ലൊരു പ്രോജക്റ്റായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം അതിൻ്റെ ആ മെത്തേഡിലാണ് അതിൻ്റെ എല്ലാം ഇരിക്കുന്നത്. ആളുകളെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഗ്രൂപ്പിലുള്ള 4 പേരും കൂടി ഒന്നിച്ചോ ഒറ്റയ്ക്കോ നിങ്ങൾക്ക് ചുറ്റും നടന്ന് പ്രശ്നങ്ങൾ കണ്ട് അതിൽ നിന്ന് ഏറ്റവും ഗുരുതരവും ഏറ്റവും പരിഹാരം അർഹിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് അതിനെ നിങ്ങൾ ചർച്ച ചെയ്ത് അതിൽ ഏറ്റവും പ്രധാനമുള്ളതിനെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുക. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തതിനെ ഞങ്ങൾ കൂടി അംഗീകരിച്ച് നിങ്ങൾ ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുക. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇത്രയധികം ഗ്രൂപ്പുകളുണ്ട് പറഞ്ഞല്ലോ, 150-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പല തട്ടിലുമുള്ള, അതിനു പുറമെ അതിൽ ഓരോന്നിലും 4 പേരുള്ള 4 ഗ്രൂപ്പുകളെങ്കിലും ശരാശരി ഉണ്ടാവും. മിക്ക സ്ഥലങ്ങളിലും 6 ഗ്രൂപ്പുകളെങ്കിലും ഉണ്ട് ഓരോ വിദ്യാലയത്തിലും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വളരെ നല്ല ഇതുപോലെയുള്ള നല്ല നല്ല മാതൃകകൾ ഇതിൽ നിന്ന് ഉരുത്തിരിയും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. നിങ്ങളുടെ മെൻറ്റർ ടീച്ചർമാരും നിങ്ങളോടൊപ്പമുണ്ട്. അവരും ഇതിനു വേണ്ടി ഒട്ടേറെ മെയിലുകളൊക്കെ അയച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പല അഭിപ്രായങ്ങളും തേടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ അറിവുകളും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റിനെ വളരെ ഗംഭീരമായി ചെയ്തു തീർക്കാൻ തയ്യാറെടുപ്പ് നിങ്ങളെ മനസ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അപൂർവം ചില ആളുകൾ കുത്തിവരയ്ക്കാനും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ നമ്മൾ ഈ പ്രോജക്റ്റിൽ നിന്ന് അങ്ങോട്ട് കളയും, അല്ലെങ്കിൽ അവർ തന്നെ കുറച്ച് കഴിയുമ്പം താനേ പോകും. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം നിങ്ങൾ ഗ്രൂപ്പുകളിൽ ചെയ്യുന്നതാണ്. നിങ്ങളെ വിദ്യാലയത്തിൽ അവിടെ എങ്ങനെ നമ്മുടെ കോർഡിനേറ്റേഴ്സിന് എപ്പോഴൊക്കെ എത്താൻ പറ്റിയാൽ നമ്മളെത്തും, ഇല്ലെങ്കിൽ നമ്മൾ ഇതുവഴി സൂം വഴിക്ക് നമുക്ക് ഇടപെടാം. ഇമെയിലുകൾ വഴിക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളും സംശയങ്ങളും തീർക്കാം. ഇവിടെ വന്നിട്ടുള്ള പ്രഭാഷകർ ഡോക്ടർ ജയറാമൻ അടക്കം എല്ലാ ആളുകളും പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ഉപദേശങ്ങളും സഹായങ്ങളും വേണോ അതെല്ലാം തന്നെ അവർ ഏർപ്പെടുത്തി തരും. എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ വന്ന് കൊണ്ടുതരുന്നല്ല, അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അവരിൽ നിന്നെല്ലാം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ടും ഇനിയും തുടർന്ന് പ്രവർത്തിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് പ്രോജക്റ്റിൻ്റെ ഭാവിയെക്കുറിച്ചും അത് എന്ന് തീരും എങ്ങനെ തീരും എന്നുള്ളതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അന്നുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ കണക്കാക്കി വെച്ച് ഇതിൻ്റെ IRE അധികൃതരുമായിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ ഉപദേശിക്കുന്ന വിദഗ്ധ ഗ്രൂപ്പുമായിട്ടും ഞങ്ങളുടെ തന്നെ കോർഡിനേറ്റർ ഗ്രൂപ്പുമായിട്ടും ഒക്കെ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കുന്നതായിരിക്കും. പ്രോജക്റ്റ് ചെയ്ത് ഒരു ഉത്തരം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കും അതിനുള്ള അവസരം നിഷേധിക്കുന്നതല്ല എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഇനി നമ്മളുടെ ഇമെയിലുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളും ശ്രദ്ധിക്കണം എന്ന് നമ്മുടെ മെൻറ്റർ ടീച്ചേഴ്സിനോടും
ഈ വിവരങ്ങൾ അവർ കുട്ടികളിൽ അതാത് സമയത്ത് എത്തിക്കണമെന്നും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്നും തുടക്കത്തിൽ തന്നെ ഡോക്ടർ ജയരാമനും പറഞ്ഞു. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം, നമ്മൾ കൂട്ടായ പ്രവർത്തനം, ഒരുപക്ഷെ കേരളത്തിലത്തെ ഈ പ്രവർത്തനം ഇന്ത്യയിൽ തന്നെ ഇന്നവേഷൻ പ്രൊമോഷൻ്റെ രംഗത്ത് നടക്കുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തന്നെ ഗ്രീൻ എനർജി ഫോറം ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ഇതുവരെയും നിങ്ങൾ തന്നിട്ടുള്ള സഹകരണം വളരെയധികം സ്തുത്യർഹമാണ്. തുടർന്നും അതും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. വളരെ ഹ്രസ്വമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അതിനനുസരിച്ച് അദ്ദേഹം ഹ്രസ്വമായിട്ടുള്ള മറുപടികളും തരും. അത് കഴിഞ്ഞ് ഇനിയും ബാക്കിയുണ്ടാവുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഇമെയിലിൽ കൂടി റെഫർ ചെയ്യുക. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ നമ്മൾ ആ മറുപടി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളും ഇതിനെ തുടർന്നുണ്ടാവും. ഇനിയിപ്പോൾ ഏതായാലും അദ്ദേഹം ഇപ്പോഴുള്ളപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു നല്ല അവസരമാണ്. പ്രത്യേകിച്ചും അദ്ദേഹം കാണിച്ച മാതൃക, അതിൽ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്, ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാവട്ടെ ചോദ്യങ്ങൾ, അതേസമയം തന്നെ വിഷയങ്ങളുമാവാം. പക്ഷേ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ മെത്തഡോളജിയും അതിൻ്റെ സംഘാടന രീതിയും വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇത്രയും നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ഗ്രാഫില് ഒരു ഗ്രാഫ് കാണിച്ചില്ലേ? ആ ഗ്രാഫില് റെഡ് ബ്ലൂ ലൈന് പിന്നെ ഗ്രേ ലൈൻ ഇല്ലേ? ആ ഗ്രേ ലൈനിന്റെ അർത്ഥം എന്തുവാ? ഞാൻ ആ ഗ്രാഫിലേക്ക് ഒന്ന് പോവാം. ഒരു മിനിറ്റ്. സെക്കൻഡ്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ ഗ്രാഫല്ലേ ഉദ്ദേശിച്ചേ? ഈ ഗ്രാഫല്ലേ? ഈ ഗ്രാഫില് ഒരു പല സ്ഥാപനങ്ങളും ചെയ്തിട്ടുള്ള ഡാറ്റകൾ വെച്ചിട്ടാണ് ആ ഡാറ്റയുടെ ഒരു ശരാശരി എടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെർക്ക്ലി ലാബിനും മറ്റേ US ഹാഡ്ലി എന്ന് പറയുന്ന, അപ്പൊ അതിൽ ഗ്രേ ലൈനുകൾ ഒരുപക്ഷെ ഹാഡ്ലി ഒരു ശരാശരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ചുമന്ന വര കാണിക്കുന്നത്. ഈ ഒരു കേസിൽ 2 സ്ഥാപനങ്ങളുടെ പഠനങ്ങൾ എടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ IPCC എന്നൊക്കെ പറയുന്ന ഇന്റർഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പഠനങ്ങൾ അത് കഴിഞ്ഞാൽ 5ഉം 6ഉം 7ഉം സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നുള്ള റിസൾട്ടുകളെയും കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് അവരൊരു ശരാശരി ഇതിലേക്ക് എത്തുന്നത്. ആ ചോദ്യം ഇത് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ ടീച്ചറെ? ഹലോ. ഓക്കെ, അടുത്ത ചോദ്യം. ടീച്ചർമാർക്കും കുട്ടികൾക്കും ചോദിക്കാം. ആരാണ് റെഡിയാന്ന് വെച്ചാൽ ഉടനെ ചോദിക്കുക. സന ഫാത്തിമ ചോദിക്കൂ. ഒരു ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം ഉണ്ട്. ക്യാൻ വി മേക്ക് പ്ലാസ്റ്റിക് ലൈക്ക് സബ്സ്റ്റൻസസ് ഫ്രം പ്ലാങ്ക്ടൺ? നമുക്ക് പ്ലാസ്റ്റിക് ഇന്ന് എന്തിനൊക്കെയാണോ ഉപയോഗിക്കുന്നത് ആ ഉപയോഗത്തിന് പകരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണോ ചോദ്യം തോന്നുന്നു. നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ. നമുക്ക് പല രീതിയിലുള്ള ചെടികൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. മുള കൊണ്ടുള്ള പാത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്.
പ്ലാസ്റ്റിക് ലൈക്ക് എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങളിലുള്ള ചില മാറ്റങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ പൂർണ്ണമായിട്ടും ഇന്നത്തെ പ്ലാസ്റ്റിക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചെടികളിൽ നിന്ന് അതിന് പകരമായിട്ടുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ എക്കണോമിക് വയബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൈസ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പം മുള തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ പേന ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിന്ന് എല്ലാവരും എഴുതുന്നത് അല്ലെ. നിങ്ങളുടെ ബോൾ പെന്നുകൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പേനയാണ്. അതിന് പകരമായിട്ട് നിങ്ങളൊരു മുളയുടെ പേന ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 രൂപയ്ക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് പേനയ്ക്ക് പകരം മുളയുടെ പേന വാങ്ങണമെങ്കിൽ 50 രൂപ 60 രൂപ വരെ അതിന്റെ ചെലവ് വരും. കാരണം അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും. പ്ലാസ്റ്റിക് ലൈക്ക് വസ്തുക്കൾ നമുക്ക് പ്ലാങ്ക്ടൺ പോലുള്ളവരിൽ ഉണ്ടാക്കാൻ പറ്റും. പാരഫിൻ വാക്സ് ടോക്സിക് എന്നൊരു ചോദ്യം ഈ വിഷയമായിട്ട് ബന്ധമുള്ള ഒരു ചോദ്യമല്ല. എനിക്ക് അതിന്റെ കെമിസ്ട്രി അല്ല എന്റെ വിഷയം. അതുകൊണ്ട് ടോക്സിക് ആണോ എന്നുള്ളത് ഒരുപക്ഷെ ഇതിലുള്ള വേറെ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. ഹൗ ക്യാൻ വി റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ്? ഓക്കെ, അഭിനവ്, നല്ലൊരു ചോദ്യമാണ് അഭിനവ് ചോദിച്ചത്. കാരണം നമ്മൾ തുടങ്ങിയത് അങ്ങനെ ഒരു ചർച്ചയിൽ നിന്ന് തന്നെയാണല്ലോ. കാലാവസ്ഥാ മാറ്റവും ആഗോളതാപനവും എങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നു. അതിന് വളരെ ഒറ്റ ഉത്തരവേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഊർജ രീതികൾ മാറ്റുക. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇന്ന് അനാവശ്യമായിട്ട് പാഴാക്കുന്ന ഊർജത്തെ കുറയ്ക്കാൻ പറ്റുക, അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ കുറയ്ക്കാനുള്ള ഒരേ ഒരു മാർഗം. അത് നിങ്ങൾക്ക് ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിയും അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന യാത്രകൾക്ക് വേണ്ടിയുള്ള ഇന്ധനവും അനാവശ്യമായിട്ട് പാചകത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും നമ്മുടെ വസ്ത്രം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന അനാവശ്യമായിട്ടുള്ള ഊർജം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ പലപ്പോഴും പലരും ഇപ്പൊ എന്താ ഓൺലൈനിൽ സ്വിഗ്ഗി സൊമാറ്റോ എന്നൊക്കെ പറയുന്ന അതിൽ നിന്നൊക്കെ ഓൺലൈൻ ഭക്ഷണം വാങ്ങുന്ന ആളുകളാണ്. അതിൽ പലതും വേസ്റ്റ് ആക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെല്ലാം കുറച്ചുണ്ട്. മനുഷ്യന്റെ ഉപഭോഗ രീതികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഊർജം ഉപയോഗിക്കുന്ന കുറച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ നേരിടാൻ പറ്റുള്ളൂ. അഭിനവ്, നല്ലൊരു ചോദ്യമായിരുന്നു. ഓക്കെ, അടുത്തത് ചോദ്യങ്ങൾ തീർന്നോ? ചാറ്റ് ബോക്സിൽ വേറൊന്നും കണ്ടില്ല. ഹൗ ക്യാൻ വി സംഹൗ റെഡ്യൂസ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ. അമർനാഥ് പറയുന്നുണ്ട് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ആ കടയിൽ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങണമെങ്കിലോ അരി വാങ്ങണമെങ്കിലോ പരിപ്പ് വാങ്ങണമെങ്കിലോ എന്തിനും നമ്മൾ പാത്രം കൊണ്ടുപോയാൽ മാത്രമേ അവിടുന്ന് വാങ്ങാൻ പറ്റുള്ളൂ. ഒരു സാധനവും അവർ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു തരില്ല. അല്ലെങ്കിൽ നമുക്ക് സാധാരണ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോഴോ നമ്മൾ കടയിൽ പോകുമ്പോഴോ നമ്മൾ നമ്മുടെ കയ്യിൽ ബാഗ് കരുതിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. പിന്നെ പൊല്യൂഷൻ എങ്ങനെയാ കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിനെ ശാസ്ത്രീയമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ഹരിതകർമ്മ സേനയൊക്കെ വീട്ടിൽ ഒന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുമ്പോൾ അത് പൊല്യൂഷൻ അല്ലാതെ മാറാനും ആ പ്ലാസ്റ്റിക്കിനെ മറ്റുപയോഗത്തിന് മാറ്റാനും കൂടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന മനുഷ്യനാണ്. പ്ലാസ്റ്റിക് ആസച്ച് ഒരു എല്ലാ പ്രശ്നമുള്ളത് അത് ഉപയോഗിക്കുന്ന മനുഷ്യനാണ്. പിന്നെ സ്റ്റെഫി, കാർബൺ ഡൈ ഓക്സൈഡ് കാരണമാണോ ഗ്ലോബൽ വാർമിംഗ് കൂടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ മീത്തൈനും നൈട്രസ് ഓക്സൈഡും ജലകണികകളും എല്ലാം ഗ്ലോബൽ വാർമിങ്ങിനെ കാരണമാക്കുന്നുണ്ട്. പക്ഷേ ഗ്ലോബൽ വാർമിങ്ങിന് ഉണ്ടാകുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ് എന്ന് റുജുല ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുന്നതാണ് ഗ്ലോബൽ വാർമിങ്ങിന്റെ പ്രധാനപ്പെട്ട കാരണം. സർ, ക്യാൻ the use of solar energy or electric cars can be contribute to less global warming? ആദിദേവാണ്. മനോഹരമായ ചോദ്യമാണ്. ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാൻ നമ്മുടെ സൗരോർജ്ജ പ്ലാന്റുകൾക്ക് സാധിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾ വരുമ്പോഴും സാധിക്കും. പക്ഷേ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തന്നെ വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ
നമുക്ക് കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഈ സോളാർ വാഹനങ്ങൾ, സോളാർ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കാത്ത റിന്യൂവബിൾ എനർജി ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ കുറയ്ക്കാനായിട്ട് സോളാർ എനർജി ഇലക്ട്രിക് കാറുകളും സഹായിക്കും. ആദിദേവിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. പിന്നെ വാട്ട് ഈസ് ദ മെയിൻ കോസ് ഓഫ് ഇൻക്രീസ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചർ ഓവർ ദ പാസ്റ്റ് സെഞ്ചുറി, ഷാസ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാവുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുമ്പോൾ ഭൂമിയിലെ താപം കൂടുന്നതാണ് നമ്മുടെ ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുന്നതിന് കാരണം. അതിന് കാരണക്കാർ നമ്മൾ എന്ന് പറയുന്ന മനുഷ്യർ എന്ന് പറയുന്ന ജീവിതം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആന്ത്രോപോസീൻ എന്നീ കാലഘട്ടത്തെ വിളിക്കുന്നത്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളതുകൊണ്ടാണ്. Is there any simple method to find out the amount of carbon dioxide in our atmosphere? കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നിങ്ങൾ വെബ്സൈറ്റിൽ കയറി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഉത്തരം കിട്ടും. നമ്മളായിട്ട് അത് മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ലോകത്തിൽ ഇത്തരം മെഷർമെന്റ് നടത്തുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. എത്ര PPM ആണ് ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് എന്നുള്ളതിന്റെ അളവുകൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റുകളുണ്ട്. സാർ, ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് ആസിഡ് റെയിൻ? അനശ്വര, ആസിഡ് റെയിനിന്റെ ഒരു പ്രധാന കാരണം മനുഷ്യൻ പുറത്തേക്ക് വിടുന്ന ചില മാലിന്യങ്ങൾ തന്നെയാണ്. നൈട്രജൻ, സൾഫർ എന്നൊക്കെ പറയുന്ന, ഇപ്പൊ നൈട്രസ് ഓക്സൈഡോ അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡോ ഒക്കെ പോലുള്ള നമ്മൾ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന മാലിന്യങ്ങളായിട്ടുള്ള നൈട്രജന്റെ ഓക്സൈഡുകളും സൾഫറിന്റെ ഓക്സൈഡുകളും വെള്ളവുമായിട്ട് കലർത്തുമ്പോഴാണ്, നൈട്രജന്റെ ഓക്സൈഡ് വെള്ളവുമായിട്ട് കലർന്നാൽ നൈട്രിക് ഓക്സൈഡ് ആവും, സൾഫറിന്റെ ഓക്സൈഡുകൾ വെള്ളമായിട്ട് സൾഫ്യൂരിക് ആസിഡ് ആവും. ഇത് ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് ആസിഡ് റെയിൻ എന്ന് വളരെ ചെറിയ രീതിയിൽ പറയാൻ പറ്റും. വാട്ട് കോസസ് സീ ലെവൽസ് ടു റൈസ്? നല്ലൊരു ചോദ്യമാണ് ഷസ. സീ ലെവൽ വരാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കടലിന്റെ താപനില കൂടുന്നത്. അന്തരീക്ഷത്തിലെ താപനില കൂടുമ്പോൾ കടലിന്റെയും താപനില കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ വികസിക്കും, വായു ആയാലും ചൂടാക്കിയാൽ വികസിക്കും. അങ്ങനെ ആ വികസനത്തിന്റെ ഭാഗമായിട്ട് കടലിന്റെ ജലനിരപ്പ് ഉയരും. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും ഒക്കെ മേലുള്ള ഐസ്, മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ അത് കടലിലേക്ക് വരുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ്. അപ്പൊ മഞ്ഞുരുകുന്നതിന്റെ ഭാഗമായിട്ടും കടൽ വികസിക്കുന്നതിന്റെ, ചൂട് കൊണ്ട് വികസിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സീ ലെവലുകൾ വരുന്നത്. വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്? അത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇഫക്റ്റുകൾ വരൾച്ച, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, പേമാരി, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇഫക്റ്റുകളാണ്. കൃഷിയെ ബാധിക്കുന്നുണ്ട്, മനുഷ്യന്റെ കുടിവെള്ളത്തെ ബാധിക്കുന്നുണ്ട്. നേരത്തെ പൊന്നി ടീച്ചർ പറഞ്ഞ പോലെ പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടാക്കാൻ ഇതിടയാക്കുന്നുണ്ട്. പല കാരണങ്ങൾ, പല ഇഫക്റ്റുകളും അതിനുണ്ട്. ഹൗ ക്യാൻ വി റെഡ്യൂസ് കാർബൺ ഡയോക്സൈഡ്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഊർജ്ജ ഉപഭോഗം കുറച്ചാൽ മാത്രമേ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഖനിജ ഇന്ധനങ്ങൾ, കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള ഹൈഡ്രോ കാർബണാണ് നമ്മൾ പെട്രോൾ ആയാലും ഡീസൽ ആയാലും LPG ആയാലും ഒക്കെ കത്തിക്കുന്നത്. അത് കുറച്ചാൽ മാത്രമേ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ പറ്റുള്ളൂ. വാട്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് പൊല്യൂട്ടർ, ലാൻഡ്, എയർ ഓർ വാട്ടർ? പൊല്യൂട്ടർ, ഷാസ എന്താ ഉദ്ദേശിച്ചത്? വാട്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് പൊല്യൂട്ടർ എന്ന് പറഞ്ഞാൽ ബിഗ്ഗസ്റ്റ് പൊല്യൂട്ടർ മനുഷ്യൻ തന്നെയാണ്. അത് ഭൂമിയിലാണോ വായുവിലാണോ വെള്ളത്തിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എല്ലാത്തിനെയും ഒരേപോലെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. ലാൻഡിനെയും എയറിനെയും വെള്ളത്തിനെയും ഒക്കെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഷസയ്ക്ക് കുറച്ചും കൂടി ഒന്ന് ചോദിക്കാൻ പറ്റിയ, തുറന്നു ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് അത് വ്യക്തമാക്കാൻ പറ്റും. ആ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ മ്യൂട്ട് ചെയ്യാമോ? ഷസ ഷിറോസ്, യെസ് സാർ. ഒന്ന് ആ ചോദ്യം ഒന്ന് വ്യക്തമാക്കാമോ? വാട്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് പൊല്യൂട്ടർ, ലാൻഡ്, എയർ ഓർ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? സാർ, ഈ മൂന്ന് സോഴ്സസിലും ഇതിനകത്ത് കൂടുതലും ഈ പൊല്യൂട്ട് ചെയ്യുന്ന ഏത് സോഴ്സ് ആണെന്നാണ് ഉദ്ദേശിച്ചത്? സോഴ്സ് ആണോ, ഏത് ഭാഗമാണോ കൂടുതൽ പൊല്യൂട്ടഡ് ആവുന്നത് എന്നാണോ? ആ, അല്ല അല്ല അല്ല. സോഴ്സ് ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യന്റെ പല രീതിയിലുള്ള തെറ്റായിട്ടുള്ള ഉപയോഗം തന്നെയാണ്. ഇപ്പൊ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് ലാൻഡിനെയും വെള്ളത്തിനെയും ഒരേപോലെ ബാധിക്കുന്നുണ്ട്. എയറിനെ ബാധിക്കുന്നത് നമ്മൾ കത്തിക്കുന്ന ഇന്ധനങ്ങൾ. അപ്പൊ വളരെ ചെറുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ ഷസയുടെ വീട്ടില് എല്ലാ ദിവസവും കരിയില കൂട്ടിയിട്ടിട്ട് രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ കത്തിക്കുന്നുണ്ടാവും, ഇല്ലേ? രാവിലെ അടിച്ചു വാരി കരിയിലയൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിനെ കത്തിച്ചു കളയുക. അതൊരു പൊല്യൂഷനാണ്. അത് എയറിനെയും പൊല്യൂട്ട് ചെയ്യും, ലാൻഡിനെയും പൊല്യൂട്ട് ചെയ്യും, വെള്ളത്തിനെയും പൊല്യൂട്ട് ചെയ്യും. പിന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററി, വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ബാറ്ററി ഉണ്ടാവില്ലേ? മൊബൈലിന്റെ ബാറ്ററി, മറ്റേ റിമോട്ടിന്റെ ബാറ്ററി, ക്ലോക്കിന്റെ ബാറ്ററി,
ഈ ബാറ്ററികളൊക്കെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് ലാൻഡിനെയും വെള്ളത്തിനെയും പൊല്യൂട്ട് ചെയ്യും. ഇപ്പൊ ബിഗ്ഗസ്റ്റ് പൊല്യൂട്ടർ മനുഷ്യൻ തന്നെയാണ്. വേറെ ഒരു ജീവജാലവും ഭൂമിയെ പൊല്യൂട്ട് ചെയ്യുന്നില്ല. അത് എങ്ങനെയാണ് പൊല്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വിൽ സം നോൺ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസ് ക്ലൈമറ്റ് പ്രോബ്ലംസ്? ഇതുവരെ അങ്ങനെ ഒരു അർജുൻ അജിത് ചോദിച്ചിട്ടുണ്ട്. നോൺ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാര്യമായിട്ട് കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാലത്തിനെ ആന്ത്രോപോസീൻ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാലം അല്ലെങ്കിൽ ആന്ത്രോപോസെൻട്രിക് എന്നൊക്കെ പറയുന്നത്. വാട്ട് ഇസ് ദ എവിഡൻസ് ദാറ്റ് ഷോസ് ദാറ്റ് ദ ക്ലൈമറ്റ് ചേഞ്ച്? സന, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിഡൻസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ചൂടിലുണ്ടാവുന്ന മാറ്റം, വെള്ളപ്പൊക്കം, നമ്മുടെ മഴയിലുണ്ടാവുന്ന മാറ്റം, നമുക്കുണ്ടാവുന്ന കൊടുങ്കാറ്റുകൾ, അറബിക്കടലിന്റെ താപനില 1 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിട്ടാണ് കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും ഉണ്ടാവുന്നത്. അത് തന്നെ നല്ലൊരു എവിഡൻസ് അല്ലേ? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിന്ന ചൂട്. ഇപ്പൊ എവിഡൻസുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആ എവിഡൻസുകൾ. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുണ്ട്. Does burning of dry leaves in heaps at our homes cause serious pollution? If so, what is the solution? സാംസങ്, ആരുടെ പേരില്ല. തീർച്ചയായിട്ടും സീരിയസ് പൊല്യൂഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊല്യൂഷൻ തന്നെയാണ്. നമുക്ക് മാർഗങ്ങളുണ്ട്. അതിനെ സ്വാഭാവികമായ രീതിയിൽ മണ്ണിനോട് ചേരുന്ന രീതിയിൽ മണ്ണിട്ട് മൂടിയിട്ട് നമുക്ക് കുഴിച്ചിടാൻ പറ്റുകയാണെങ്കിൽ അത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ചിലപ്പോൾ വീടുകൾ ചെറിയ വീടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പല ബയോ പ്ലാന്റുകളുണ്ട് ഇതിനെ ചെയ്യാനായിട്ട്. കത്തിക്കുമ്പോൾ അത് അനാവശ്യമായിട്ടാണത് പൊല്യൂഷൻ ഡിക്രീസ്. വിൽ ദ ഗ്ലോബൽ വാർമിംഗ് ഡിക്രീസ്? പോപ്പുലേഷൻ ഡിക്രീസ്. തൻവി, തീർച്ചയായിട്ടും ഗ്ലോബൽ വാർമിംഗ് അങ്ങനെ അത്ര പെട്ടെന്ന് കുറയില്ല. കാരണം ഇത് കാലാകാലങ്ങളായിട്ട് 50ഉം 100ഉം വർഷമായിട്ട് മനുഷ്യൻ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ അനന്തരഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പോപ്പുലേഷൻ ഇല്ലാതാക്കിയാലൊന്നും ഗ്ലോബൽ വാർമിംഗ് ഉടനെ കുറയില്ല. പക്ഷെ മനുഷ്യനിർമ്മിതമാണ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് കൊണ്ട് പോപ്പുലേഷൻ കുറയുമ്പോൾ അതിലൊരു കുറവ് അതിലുണ്ടാവും. എയർ കണ്ടീഷണർ യൂസ് ക്ലൈമറ്റ് ചേഞ്ചിന് റീസൺ ആണോ? എയർ കണ്ടീഷണർ യൂസ് ക്ലൈമറ്റ് ചേഞ്ചിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒന്ന്, നമ്മൾ എയർ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ആ വൈദ്യുതി കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ കൂടുതലും ഖനിജ ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ട്, കൽക്കരിയോ നാച്ചുറൽ ഗ്യാസോ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അത് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പൊല്യൂഷൻ ക്ലൈമറ്റ് ചേഞ്ചിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു തരത്തിൽ നമ്മളുടെ മുറി തണുപ്പിക്കുമ്പോൾ നമ്മുടെ പുറത്തുള്ള ഭാഗം ചൂടാവുന്നുണ്ട്. കാരണം മുറിയിലുള്ള തണുപ്പിനെ പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ചുറ്റുപാട് ചൂടാവുന്നുണ്ട്. അപ്പോൾ എയർ കണ്ടീഷനിങ് ഒരു തരത്തിലുള്ള നമ്മുടെ അന്തരീക്ഷത്തെ ചെറിയ രീതിയിൽ ചൂടാക്കാനും കൂടി വളരെ ചെറിയ രീതിയിലാണെങ്കിലും കാരണമാവുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എയർ കണ്ടീഷണറിന്റെ ഉപയോഗം ക്ലൈമറ്റ് ചേഞ്ചിനെ ത്വരിതപ്പെടുത്താൻ സഹായിക്കും എന്ന് പറയുന്നു. സർ, ഡു ബേണിംഗ് പ്ലാസ്റ്റിക് ഇൻക്രീസ് ഗ്ലോബൽ വാർമിംഗ്? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഗ്ലോബൽ വാർമിങ്ങിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം പ്ലാസ്റ്റിക് കത്തിക്കുണ്ടാവുന്ന പൊല്യൂട്ടന്റ് ആണ്. 1200 1300 ഡിഗ്രി സെന്റിഗ്രേഡിന്റെ താഴെ ആണ് കത്തിക്കുന്നതെങ്കിൽ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പൊല്യൂഷൻ വളരെ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഗ്ലോബൽ വാർമിങ്ങിനെ തീർച്ചയായിട്ടും, കാരണം കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലോബൽ വാർമിങ്ങിനെ കൂടുതലാക്കും. ഒരു തരത്തിലും പ്ലാസ്റ്റിക് സാധാരണ ടെമ്പറേച്ചറുകളിൽ കത്തിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് കത്തിക്കണമെങ്കിൽ അതിനായിട്ടുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുള്ള ഇൻസിനറേറ്ററുകൾ തന്നെ ഉപയോഗിക്കണം. അത് 1000 1200 ഡിഗ്രി സെന്റിഗ്രേഡിന്റെ ഒക്കെ മുകളിലാണ് കത്തിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ നമ്മൾ തെറ്റായ രീതിയിൽ പലപ്പോഴും സിമെന്റ് പ്ലാന്റുകളിലേക്കൊക്കെ ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോവുകയും അവിടെ കത്തിക്കുകയൊക്കെ ചെയ്യുന്ന രീതി നമ്മൾ പിന്തുടരുന്നുണ്ട്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ബേണിംഗ് ഓഫ് ലീഫ് കോസ് വിച്ച് ഗ്യാസ് ടു പ്രൊഡ്യൂസ്? എനി ബേണിംഗ് വിൽ കോസ് കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം ചെടികളുടെ ഉള്ളിൽ ഹൈഡ്രോ കാർബൺ തന്നെയാണ്. അതുകൊണ്ട് കത്തുമ്പോൾ ഉണ്ടാവുന്നത് ലീവ്സ് കത്തിക്കുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ ഉണ്ടാവുക. If these problems continue, how many years will it take for the depletion of life on Earth? അർജുൻ, അത് നമുക്ക് ഒട്ടും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നല്ല ചോദ്യമാണ്. ഇപ്പോ നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ചൂടിന്റെ 93% ആഗിരണം ചെയ്തിരിക്കുന്ന കടലുകളാണ്. പക്ഷെ കടലിന് ഇനി കൂടുതൽ ചൂട് ആഗിരണം ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ വാർമിംഗ് ചിലപ്പോൾ അടുത്ത 3, 4, 5 കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി എന്ന് വരാം. നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള 70%-ലധികം വരുന്ന വെള്ളം അല്ലെങ്കിൽ കടലാണ്. കടൽ നാളെ തീരുമാനിക്കുകയാണ്, എനിക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഈ ചൂട് പറ്റില്ല എന്ന് തീരുമാനിച്ചാൽ
പിന്നെ ഈ ചോദ്യം എത്ര എത്ര കൊല്ലം കൊണ്ട് എന്നുള്ളതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിതോടുകൂടി അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരു ലാസ്റ്റ് ചോദ്യം കൂടി. സർ, യു ടോൾഡ് മീ ദാറ്റ് അറ്റ് മൈ ഹൗസ് ഹോൾഡ് ഐ മൈറ്റ് ബേൺ ലീവ്സ്, ബട്ട് വാട്ട് വിൽ വി ഡു വിത്ത് ദ ലീവ്സ്? യു ആർ ആക്ച്വലി കറക്റ്റ് ദാറ്റ് വെൻ ബേൺ ലീവ്സ് ഫ്രം ദ ട്രീസ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കുഴിച്ചിടാലോ, അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് അതിനെ സ്വാഭാവികമായിട്ട് ഡീകേ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഏതായാലും വളരെ നീണ്ട ചോദ്യോത്തരവേളയും അതുപോലെ തന്നെ വളരെ ലളിതമായും വിശദമായുള്ള അവതരണവും തൽക്കാലം നമ്മൾ ഇന്നത്തെ ഇതോടുകൂടി വെക്കാം. തീർച്ചയായും നിങ്ങൾ തുടർന്നും ഡോക്ടർ ജയറാമനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം, പല ഉപദേശങ്ങളും പല സഹായങ്ങളും തേടണം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആലപ്പുഴ ജില്ലയിലുള്ള അധ്യാപകരോടും വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ള ഒരു സംഗതി, കൊല്ലത്തെ വിദ്യാലയങ്ങളും ആലപ്പുഴയിലത്തെ വിദ്യാലയങ്ങളും ആലപ്പുഴ തുടങ്ങിയത് കുറച്ച് താമസിച്ചായതുകൊണ്ട് കുറച്ചുകൂടി ഗ്രൂപ്പുകളെ ലിസ്റ്റ് ചെയ്യുന്നതും പ്രോബ്ലം സെലക്ട് ചെയ്യുന്നതിലും കുറച്ച് കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെയുള്ള 1-2 ചെറിയ അരര മണിക്കൂർ ഉള്ള സെഷൻസ് താമസിയാതെ തന്നെ നമ്മൾ വെച്ച് ആലപ്പുഴയിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ക്രോഡീകരിച്ച് നമ്മൾ ഒരാഴ്ച കൂടി കഴിയുമ്പോഴേക്ക് 2 ജില്ലയും ഒരേ തലത്തിൽ പ്രതികരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നിങ്ങൾക്കുള്ള ക്ഷണം വരും, അത് സൗകര്യം പോലെ സ്വീകരിച്ച്, അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 ജില്ലയിലുള്ള ആളുകൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏതൊക്കെ സമയമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, ഏതൊക്കെ സമയമാണ് നമുക്ക് കൂടുതൽ നന്നാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അധ്യാപകരിലൂടെ നിങ്ങൾ നിർദ്ദേശം വെച്ചാൽ അതെല്ലാം ഞങ്ങൾ പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പ്രോജക്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആരാണ്, ഡോക്ടർ രത്നകുമാറാണോ, ആലപ്പുഴ കോർഡിനേറ്റർ മധു കൃഷ്ണൻ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഇപ്പൊ സാറ് പറഞ്ഞ ആലപ്പുഴയിലത്തെ ഒരു സ്പെഷ്യൽ സെക്ഷൻ അവർക്ക് വേണ്ടി എടുക്കേണ്ടി വരും. ഒന്ന്, പിന്നെ പൊന്നി ടീച്ചറുടെ ഇടപെട്ടത്, ടീച്ചറെ സ്കൂളിൽ പോയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഹെഡ് മാഷാണ് ടീച്ചറുടെ പേരൊക്കെ. എന്തായാലും ഇന്നത്തെ ഇടപെടൽ വളരെ വളരെ എഫക്റ്റീവ് ആയിരുന്നു, വളരെ എനർജറ്റിക് ആയിരുന്നു. എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ രത്നകുമാർ. പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ വി.കെ. ദാമോദരൻ സാർ, ശ്രീ ഡോക്ടർ ജയറാമൻ, പ്രോജക്റ്റിന്റെ വിവിധ കോർഡിനേറ്റേഴ്സ്, ഗ്രീൻ ഫോറസ്റ്റ് മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, വളരെയധികം ആധികാരികമായ ഒരു പ്രസന്റേഷനാണ് ഡോക്ടർ ജയറാമൻ നടത്തിയത്. അതെല്ലാം വളരെ സ്റ്റാറ്റിസ്റ്റിക്സും ഗ്രാഫ്സും ഉൾപ്പെടെ വളരെ വ്യക്തമായ രീതിയിൽ കൺവിൻസിങ് ആയിരുന്നു പ്രസന്റേഷൻ. അതുപോലെ തന്നെ വേലിയേറ്റത്തിനെ കുറിച്ചുള്ള ആ സ്റ്റഡി റിപ്പോർട്ട് റിയൽ സ്റ്റഡിയാണ്, വളരെ യൂസ്ഫുൾ ആണ്. അതിന് മുൻകൈ എടുത്തതിന് ഡോക്ടർ ജയറാമനെ പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ജയറാമനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 25 കൊല്ലമായിട്ട് അടുപ്പുകാരാണ്. എനർജി കൺസർവേഷൻ ക്ലബ്ബ് തുടങ്ങിയതിന് ശേഷം PCRAയുടെ കോർഡിനേറ്റർ നിലയിലും എനർജി കൺസർവേഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റായിട്ടും സെക്രട്ടറി ആയിട്ടും കാലഘട്ടത്തിലും ഒക്കെ വളരെ സജീവമായിട്ട് തോളോട് തോള് ചേർന്ന പ്രവർത്തിച്ച ആളാണ് ഡോക്ടർ ജയറാമൻ. ജയറാമന് ഈ ചടങ്ങിൽ സംസാരിക്കാൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഗ്രീൻ എനർജി ഫോറത്തിന്റെ പേരിൽ, പ്രോജക്റ്റ് പേരിൽ ഹാർദമായ നന്ദി രേഖപ്പെടുത്തുന്നു. വി.കെ. ദാമോദരൻ സാറിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം സംഘാടകത്തിന്റെ ഭാഗമാണ്, എങ്കിലും അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ക്ലബിന്റെ കോർഡിനേറ്റേഴ്സ്, ആലപ്പുഴ ജില്ലയിലെ കോർഡിനേറ്റർ മധുകൃഷ്ണനുണ്ട്, കൊല്ലം ജില്ലയിലെ ഡോക്ടർ അനിതാ ശങ്കറുണ്ട്, അതുപോലെ നമ്മുടെ ട്രഷറർ സുരേഷ് കുമാറുണ്ട്, ഡോക്ടർ SP ശ്യാമൻ, ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൽ വളരെയധികം പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിട്ട് കൂടി ഇതിൽ ഇന്ന് പങ്കെടുത്ത ടീച്ചേഴ്സിനെയും കുട്ടികളെയും ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നത് മാത്രമല്ല, അവർക്ക് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ
10 പിന്നെ ക്ലാസ് നടത്തിയിട്ടുണ്ട്. ഈ 10ന്റെയും വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നതാണ്. 9 എണ്ണം കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ 176 പേരോളം നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 78 പേര് ഈ ചാനലിൽ. നിങ്ങൾ കൂടുതൽ ആൾക്കാർ അതിനകത്ത് ചാനൽ സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇതുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. തുടർന്നുള്ള അറിയിപ്പുകൾ അതുവഴി മനസ്സിലാക്കാൻ പറ്റും. അത് അതുകൊണ്ട് നിങ്ങൾ അതിൽ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. IREക്കും ഈ അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് ഇവിടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത് IREയുടെ CSR പദ്ധതിപ്പെടുത്തിയിട്ടാണ്. അതിന്റെ ചീഫ് മാനേജർ പിന്നെ സജിത്ത്, അതുപോലെ തന്നെ സീനിയർ മാനേജർ ഭക്തദർശൻ, എല്ലാവരുടെയും സഹകരണം നമുക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഓവർ ടു ദാമോദർ സാർ. അവസാനിപ്പിക്കാം. ഓക്കെ ശരി. താങ്ക് യു വെരി മച്ച്.